എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. വേർഡ് ടു ഓൾ ഇൻ അസോസിയേഷൻ വിത്ത് ലൈഫ് ബ്രിഡ്ജ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വില കൊടുത്തവർ എന്ന മീഡിയ ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വില കൊടുത്തവർ, ജയം വരിച്ചവർ, വില കൊടുത്തവർ, ഭാഗ്യവാന്മാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ തലസ്ഥാനമായ വാസ്തുശാസ്ത്രവും ശില്പശാസ്ത്രവും അനുസരിച്ച് 1730 നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ജയ്പൂർ. 1876 ജയ്പൂർ സന്ദർശിക്കുവാൻ വന്ന വെയിൽസിലെ രാജകുമാരനായിരുന്ന എഡ്വേർഡിനോടുള്ള ബഹുമാന സൂചകമായി നഗരം മുഴുവനും അന്ന് പിങ്ക് ചായം പൂശി. അന്നു മുതൽ ഈ നഗരം പിങ്ക് സിറ്റി എന്നും അറിയപ്പെടുന്നു. പരമ്പരാഗത ആധുനിക വ്യവസായങ്ങൾക്കും സ്വർണം, വജ്രം, രത്നക്കല്ലുകൾ എന്നിവയുടെ കയറ്റുമതിയിലും പേരുകേട്ട ഒരു ഏഷ്യൻ നഗരം കൂടിയാണ് ജയ്പൂർ. ചരിത്ര പ്രാധാന്യമുള്ള നിരവധി കോട്ടകളും കൊട്ടാരങ്ങളും നിലകൊള്ളുന്ന ഈ പട്ടണം ഭാരതത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നു. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഈ പട്ടണത്തിൽ കഴിഞ്ഞ 42 ദീർഘവർഷങ്ങളായി പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന ദേവദാസൻ വൈ യോഹന്നാനും സഹധർമ്മിണി പ്രിയ യോഹന്നാനും ഇന്ന് വില കൊടുത്തവർ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം. തുടർന്ന് കാണുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വില കൊടുത്തവർ, ജയം വരിച്ചവർ, വില കൊടുത്തവർ, ഭാഗ്യവാന്മാർ, വില കൊടുത്തവർ ശോഭിതരാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മോടൊപ്പം വില കൊടുത്തവർ പ്രോഗ്രാമിലുള്ളത് ദേവദാസൻ വൈ യോഹന്നാൻ, രാജസ്ഥാനിലെ ജയ്പൂർ എന്ന പട്ടണത്തിൽ നിന്നും കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ഉത്തരേന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്നു. ദേവദാസനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദേവദാസൻ ഇത്രയും ദീർഘവർഷങ്ങളായി ഉത്തരേന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്നു. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചെറുപ്പകാലത്തെ കുറിച്ചൊക്കെ ഓർത്തെടുത്താൽ, അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ, മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഓർത്തെടുത്താൽ എന്താണ് ഇന്ന് ഞങ്ങളോട് പറയാനുള്ളത്? കൊട്ടാരക്കര ചങ്കളം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ ചെങ്കൂർ അഥവാ ചെറുവക്കൽ ആലമ്പള്ളി എസ്റ്റേറ്റിന്റെ സൂപ്രണ്ടായിട്ട് എൻ്റെ പിതാവ് അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ അവിടേക്ക് 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ പഠനത്തിനാണ് അങ്ങോട്ട് മാറിയത്. അപ്പോ മരുതമൺപള്ളി LPS-ലും ചുങ്കത്തറ ഒരു ബ്രദറൻ സ്കൂളിലുമാണ് ആദ്യ കാലഘട്ടങ്ങൾ പഠിക്കാൻ ഇടയായി തീർന്നത്. സോ അതൊക്കെ ഒത്തിരി ഓർമ്മകൾ ഹൃദയത്തിൽ തിങ്ങുന്ന അനുഭവങ്ങൾ നൽകുന്നുണ്ട്. എൻ്റെ പിതാവ് ഒരു നിരീശ്വരവാദിയായിരുന്നു. ദൈവവുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലായിരുന്നു. എൻ്റെ അമ്മ നേരെ തിരിച്ച പ്രാർത്ഥനാ ജീവിതവും ഈശ്വരവിശ്വാസവും ഇത് തമ്മിലുള്ള ദീർഘവർഷങ്ങളിലെ സംഘർഷങ്ങൾ അതൊഴിച്ചാൽ മറ്റ് ഇതൊന്നുമില്ല. ചങ്കളത്ത് ആദിച്ചനെല്ലൂർ തരകൻ ഫാമിലിയിൽ നിന്നാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചിയുടെ പേര് അന്നമ്മ എന്നാണ്, വീട്ടിൽ ബഹുമ എന്ന് വിളിക്കും. എൻ്റെ പിതാവ് ഹരിപ്പാട് നാട്ടുകാരനാണ്. പള്ളിപ്പാട്ട്, ഹരിപ്പാടിനടുത്തുള്ള പള്ളിപ്പാടാണ് ഞങ്ങളുടെ കുടുംബം. ആഞ്ഞിലിമുട്ടിൽ കുടുംബത്തിലാണ്. എന്നാൽ വിവാഹാനന്തരം, വിവാഹം വരെയും പിതാവ് പള്ളിയിൽ പോവുകയാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന നിമിത്തമാണ് എൻ്റെ പിതാവ് കർത്താവിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നത്. പാസ്റ്ററുടെ വിദ്യാഭ്യാസ സാഹചര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കാൻ ദൈവം ഇടയാക്കി, അതൊക്കെ ഓർത്തെടുക്കാമോ? വിദ്യാഭ്യാസം പറഞ്ഞാൽ കഷ്ടിച്ച് 10ാം ക്ലാസ് കോളേജ് എലിജിബിലിറ്റി ഇല്ലാതെ പുറത്തു വരേണ്ടി വന്നു. കാരണം ഞാൻ മാരകമായ ഒരു ആസ്മ രോഗിയായി. അതെനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ടെക്നിക്കലി ഒന്നും പഠിക്കാൻ പോയില്ല. അതിന് പോകുന്നതിന് മുമ്പ് തന്നെ ബാല്യത്തിൽ നുകം ചുമക്കാനുള്ള ഭാഗ്യം ചെയ്യുന്നതാണ്. പിതാവ് നിരീശ്വരവാദി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ജനിച്ചു വളർന്ന ക്രിസ്തീയ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഏത് പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്? പിന്നീട് എങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്നൊക്കെയുള്ള ആ ചിന്തയും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ ഒരുങ്ങിയത്? ഞാൻ 8ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. കാനമച്ചൻ എന്ന് പറഞ്ഞ ദൈവദാസൻ
ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് കൺവെൻഷൻ നടത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ എൻ്റെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടിരുന്നു. പിതാവ് കർത്താവിലേക്ക് വന്നിട്ടില്ല. ചെങ്കളം ജോർജ് കുട്ടി, ടി ജി ജോർജ് കുട്ടി എന്ന ഷാരോണിലെ പാസ്റ്റർ, അതിനു മുമ്പ് പാസ്റ്റർ പി ജി ജേക്കബ് സാർ, ഞങ്ങളുടെ ആദ്യത്തെ മണക്കാല തങ്കച്ചാൻ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പാസ്റ്റർ. അവര് വിവാഹം കഴിഞ്ഞ് മേരിക്കുട്ടി അമ്മാമി അവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴാണ് അന്ന് മുതലേ ഞങ്ങള് പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് വളർത്തപ്പെട്ടത്. 8ാമത്തെ വയസ്സിൽ കാനമച്ചന്റെ ഒരു പ്രസംഗമാണ് ഇന്നെന്ന് പോലെ ഓർമ്മയുണ്ട്. ഭാവി നീ എന്തിനൊരു ദുഃഖിപ്പു, കുളിക്കാത്തൻ രക്തധാരയിൽ പാപത്തിൻ കറകൾ പോയി നീ ശുദ്ധമായി തീരുമീക്ഷണം, ക്രൂശ് വർണ്ണിച്ചേച്ച് അത് പറയുമ്പോൾ ഇന്നൊന്ന് പോലെ ഓർമ്മയുണ്ട്. ഒരു ഓലക്കീറയിലിരുന്ന ഞാൻ ഈ ദൈവവചനം ശ്രദ്ധിച്ചത്, മുട്ടയിലിരുന്ന് വാവിട്ട് കരഞ്ഞു. അപ്പൊ ഒരു ഭയങ്കര ഭാവി എന്നുള്ളൊരു ഇപ്പൊ ചിലപ്പോൾ വിചാരിക്കും എന്തോ ഈ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോത്തിന്റെ. പക്ഷെ അന്നെന്ന് പറയില്ല, കുരിശുമൂട്ടി കൂടെ വൈകിട്ട് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ചങ്കള കുരിശുമൂട്ടില് ഗീവർഗീസ് പുണ്യാളിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുരിശ് അല്ല മെഴുകുതിരി, ഈ പുണ്യാളിന് ഇത് ആവശ്യമില്ലെന്ന് പറഞ്ഞു പോയി ഊതിക്കെടുത്ത് അതെടുത്തോണ്ട് വീട്ടിൽ പോകും. പിന്നെ ഓയൂർ ഞാൻ പറഞ്ഞില്ലേ ചുങ്കത്തറ സ്കൂളില് പഠിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു പിക്ചർ ഹാളുണ്ട്. പിക്ചർ ഒരിക്കലും കണ്ടിട്ടില്ല. അധ്യാപിക എന്ന് പറഞ്ഞ ഒരു പിക്ചർ കാണുന്നതിന് 25 പൈസ കൊടുക്കേണ്ടി ഒന്നും പോയില്ല. പകുതി സ്കൂളിൽ നിന്ന് തിരിച്ചെല്ലാവരും ലൈനായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സാറിനോട് പറഞ്ഞു വെച്ചിരുന്നു, ആരാണ്ട് പറഞ്ഞു, യോഹന്നാനും ജേക്കബ് ഞങ്ങൾ ഇരട്ടകളാ, അപ്പം ഇവന്മാരും പെന്തക്കോസ്തുകാരാ പിക്ചർ കാണത്തില്ലെന്ന്. പൈസ 25 കൊടുത്തു, പക്ഷെ പിക്ചർ കണ്ടാൽ നരകത്തിൽ പോകുന്നുള്ള പേടി കാരണം ആ സ്കൂളിന്റെ അടുത്ത് വന്നപ്പോ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എടാ എൻ്റെ കൈ പിടിച്ചോണോന്ന് പറഞ്ഞു. ഒറ്റ ക്ലാസ്സിലാണ് ഞങ്ങള്. ആ സ്കൂളിന്റെ അടുത്ത് അല്ലെ പിക്ചർ ഹാളിന്റെ അടുത്ത് വന്നപ്പം ഒരൊറ്റ വെട്ടിയിൽ അനിയന്റെ കൈ വെട്ടിച്ച് ഞാൻ വേറൊരു വഴിക്കൂടെ ഒരു കാട് കയറി ഞാൻ വീട്ടിലെത്തി. കാരണം ചെന്നപ്പോ ശ്വാസം വീണു, കാരണം നരകത്തിൽ പോകത്തില്ലല്ലോ. ഇല്ലേ, ഞങ്ങൾ പിക്ചർ ഹാളിൽ ഇരിക്കുമ്പോ കർത്താവ് കാണും വന്നു, ഭയങ്കര പേടിയായിരുന്നു. അപ്പം ആ പിക്ചർ ഹാളിന്റെ അവിടെ പോകുമ്പോ ഈ ഫിലിമിന്റെ തുക്കട ഉണ്ടല്ലോ, ഈ പീസ്, അതെടുത്തു വെച്ച് അമിതാഭ് ബച്ചനെയോ ഈ പിക്ചർ ഇവരെ സത്യൻ അവരെയൊക്കെ കാണുമായിരുന്നു. ആ കുറ്റബോധം, അത് നരകം, അത് അമ്മച്ചി വിളിച്ചില്ലയോ, അത് ഭയങ്കരമായിട്ട്. പിന്നെ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് വല്ലവരുടെ പറങ്ങേണ്ടി അറിഞ്ഞു ഒഴിച്ചു, ഇതൊക്കെ അങ്ങ് ഭയങ്കര അങ്ങനെ വാവിട്ട് നിലവിളിച്ച് 8ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. ഇന്ന് 55 വർഷം കഴിഞ്ഞിട്ടും ആ അനുഭവം ഇന്നെന്ത പോലെ. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. അന്ന് നമ്മുടെ ഉള്ളിൽ പകർന്ന ആ ദൈവിക കാഴ്ചപ്പാടുകളും ദൈവിക ശക്തിയും ഒക്കെ ഇത്രയും വർഷം ആമേൻ അതേ തീക്ഷ്ണതയോടെ നിൽക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. പിന്നീട് മുന്നോട്ട് എങ്ങനെയായിരുന്നു ദൈവിക നടത്തിപ്പുകൾ, വേദപഠനം, വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം എങ്ങനെയാണ് വഴികൾ തുറന്നത്? മുന്നോട്ടുള്ള ആ ദൈവിക നടത്തിപ്പുകളൊക്കെ ഒന്ന് ഓർക്കാമോ? ഞാന് 10ാം ക്ലാസ് വരെ പഠിക്കുക എന്നുള്ളത് എനിക്കൊരു ചലഞ്ചായിരുന്നു. കാരണം ആസ്മരോഗിയാ, എങ്കിലും പഠനം പൂർത്തിയാക്കി. അപ്പോ ആ സമയത്താണ് എനിക്ക് ബൈബിൾ സ്കൂളിൽ 8 പ്രവാചകന്മാർ വന്ന് വേലയ്ക്ക് വിളിച്ചു. ഒരു അനുഭവം ഞാൻ പുറകോട്ടൊന്ന് പറയാം. ഈ 13ാമത്തെ വയസ്സിലാണ് അഭിഷേകം പ്രാപിച്ചത്. മാങ്ങാനും ജോസഫ് ദേശി വന്ന് ക്ലാസ്സിൽ ചർച്ചിൽ ഉപവാസപ്രാർത്ഥന നടത്തിയപ്പം എനിക്കൊഴിച്ച് എല്ലാവർക്കും കിട്ടി ശനിയാഴ്ച. എനിക്ക് അന്ന് ഉറക്കം വന്നില്ല. ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് പരിശുദ്ധാംശം കിട്ടില്ല, കാരണം അപ്പച്ചൻ എൻ്റെ തലയെ മാത്രം കൈവച്ചില്ല, അതുകൊണ്ടാ കിട്ടാഞ്ഞെന്ന് വിചാരിച്ചു. രാത്രി പോയി കിടന്ന് തേങ്ങി കരഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോ കിട്ടും മോനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ വേണം. കരഞ്ഞ് സഭായോഗത്തിന് ഇരിക്കുമ്പം എപ്പോഴാന്ന് എനിക്കത്തില്ല, ഞാൻ അന്യഭാഷയുടെ അകത്തുള്ള ആത്മാവ് നിറഞ്ഞു. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസവും അന്യഭാഷ അല്ലാതെ വേറൊന്നും. തറയക്കിടന്ന് ഉരുളുക, ഉപ്പന്റെ കണ്ണുപോലായി, ചെവിയൊക്കെ റെഡിഷായി, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കമില്ല. എല്ലാരും പറഞ്ഞു കാക്കോട്ട രാജുമോന് ഭ്രാന്ത് പിടിച്ചെന്ന്. പക്ഷെ എൻ്റെ അമ്മച്ചിക്കും എൻ്റെ പാസ്റ്റർക്കും അറിയാൻ രാജുമോന് ഭ്രാന്തല്ല. നാട്ടുകാരൊക്കെ ഒരു കുടുംബമായിരുന്നു, ഞങ്ങളുടെ മലയുടെ മേളിലായിരുന്നു വീട്. വ്യാഴാഴ്ച പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് വിട്ടു. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ മറുഭാഷ പറയും. 11 മണി വരെ പിടിച്ചിരുന്നു. 11 മണി മുതൽ 11:15 വരെ ഇന്റർവ്യൂവിന് സ്കൂളിന്റെ പുറത്ത് ഒരു കാർഡുണ്ട്. കുറ്റിക്കാട്ടി പോയിരുന്ന് വയറ് നിറച്ച് അന്വേഷ പറഞ്ഞു. 11:15 ആയപ്പം ബെല്ലടിച്ചപ്പം ബ്രേക്ക് പിടിക്കുന്ന പോലെ പിടിച്ചു. ഞാൻ തിരിച്ചു വന്നു. ഇല്ല, കെട്ടിക്കിടന്ന നദി ഒന്നൊഴുകിയതിന്റെ സമാധാനം. ക്ലാസ്സിൽ വന്ന് ഒറ്റ പ്രാർത്ഥന, ഉപ്പന്റെ കണ്ണുപോലെ ഇരിക്കുന്ന കർത്താവെ ആരും ചോദ്യം ചോദിക്കരുത്. 1 മണി വരെ പിടിച്ചു.
ലഞ്ചിന്റെ ടിഫിൻ എടുക്കാൻ മറന്നുപോയി. ആ കാട്ടിൽ തന്നെ പോയിരുന്ന് 2 മണി വരെ ഇഷ്ടം പോലെ അന്വേഷണം. 2 മണിയുടെ ബെല്ലടിച്ചപ്പോ കണ്ണു തുറന്നപ്പോ നോക്കിയപ്പോ എന്റെ ക്ലാസ് എന്റെ ചുറ്റുമുണ്ട്. ഒരു ചമ്മല് പോലെ തോന്നിയെങ്കിലും അവരുടെ അകമ്പടി, ഈ പൂച്ചക്കാട്ടിനകത്തിരുന്ന് കാലൊക്കെ പൊട്ടി കീറിക്കഴിഞ്ഞു. കെട്ടിക്കിടന്ന നദി ഒഴുകിയതിന്റെ ആനന്ദവും. ക്ലാസ്സിൽ ചെന്നു. അന്നു മുതൽ ഞാൻ സ്കൂളിലെ ഒരു ടീച്ചറിന് വയറ്റുവേദന വന്നാൽ, ഒരു വിദ്യാർത്ഥി ബോധം കെട്ട് വീണാൽ, ഗോപാലകൃഷ്ണപിള്ള സാറ് ഞങ്ങളുടെ എച്ച്എം ക്ലാസ്സിൽ വന്ന് യോനാൻ ഇങ്ങോട്ട് വരാൻ പറയും. ഒരു കയ്യിൽ സബ് മിനിസ്റ്റർ ഇരിക്കുന്ന ഒരു വടിയും ഒരു കയ്യിൽ കൊച്ചു ചെറുക്കനായി എന്നെ പിടിച്ചുകൊണ്ട് ക്ലാസ് റൂം അടച്ചേച്ച് നിന്റെ സാറിന് വേണ്ടി ഇതെന്നപോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സാർ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് 13ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടി ബൈ 1 get 1 ഫ്രീ ആയിട്ട് കിട്ടിയത് ആ രോഗശാന്തി ശുശ്രൂഷ. ഈ സ്തോത്രം 50 വർഷം കഴിഞ്ഞിട്ട് ഇന്നും ആ അന്യഭാഷ അടയാളത്തോടു കൂടിയ പരിശുദ്ധാത്മാവ് നിറവിലുള്ള രോഗശാന്തി ശുശ്രൂഷ ഇന്നും തുടരാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതെന്നെ ഒരു വ്യത്യസ്തനാക്കി. എനിക്ക് സുവിശേഷ വേലയ്ക്ക് 8 പ്രവാചകന്മാർ, വീട്ടിലൊരു പ്രവാചകൻ വന്ന മകനെ നിന്നെ വേലയ്ക്ക് വിളിച്ചു. എനിക്കത് കേൾക്കുന്ന ഇഷ്ടമല്ല. അവസാനം പ്രവാചകന്മാർ വരുന്ന യോഗത്തിന് ഞാൻ ഈ ഷാരോണിലെ എന്റെ ഫാദർ സൂപ്രണ്ടായിട്ട് അങ്ങോട്ട് പോയപ്പോ ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ ബംഗ്ലാവിലായിരുന്നു സഭ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ പാസ്റ്റർമാർ താമസിക്കുന്ന അവിടെ. അപ്പൊ ഇവരെ വെട്ടിച്ച് എനിക്ക് പേടിയാ പ്രവാചകമുള്ള, കാരണം വേലയ്ക്ക് വിളിക്കുന്നു. എനിക്ക് അതൊഴിച്ച് എന്ത്. അപ്പൊ എന്റെ അച്ചാച്ചനും എനിക്ക് സൈഡുണ്ട്, ഉപദേശിയായിട്ട് പോകണ്ട എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അവസാനം അവൻ എന്നെ സമ്മതിപ്പിച്ചു. ഞാൻ സമ്മതിച്ചു പോയി. SLC കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുമ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത് അഡ്മിഷൻ കിട്ടിയിരിക്കുമ്പോൾ TG കോശ് സാറും PG ജേക്കബ് സാർ, അന്ന് TG കോശ് സാറിന്റെ അംബാസഡർ കാർ വന്ന് ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ ബംഗ്ലാവിന്റെ അവിടോട്ട് നിന്ന് അവർക്ക് കരിക്കൊക്കെ അച്ചാച്ചൻ വെട്ടിപ്പിച്ച് കൊടുത്ത് അവരൊക്കെ കുടിച്ച് പോകാൻ നേരത്തെ ചോദിച്ചു, അച്ഛാ അപ്പം ഈ മോൻ എന്താ പ്ലാൻ, അവൻ എവിടം വരായി? പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ ഇനി എന്താ? അവന് ചെന്നൈ ബൈബിൾ സ്കൂളിൽ പോവുക. അതെന്തിനാ? നമ്മുടെ മണക്കാലം, അത് അവൻ ഇംഗ്ലീഷ് പഠിക്കണമെന്നാ പറയുന്നത്. അന്ന് മണക്കാലം മലയാളം മീഡിയമാണ്. അല്ല, നമുക്ക് കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് തുടങ്ങിയല്ലോ സാർ, അങ്ങോട്ട് വിടാം, അച്ഛൻ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ കോഴ്സാർ പോയി കഴിഞ്ഞു. പിറ്റേ ആഴ്ച മണക്കാലം ചെന്ന് അന്ന് ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ ഒന്നും കൂട്ടണ്ട. അഡ്മിഷൻ കിട്ടി. 1976 സ്തോത്രം ഞാന് കർത്താവിന്റെ വേലയിൽ വേണ്ടി വീട് വിട്ടിറങ്ങാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ വളരെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ദൈവദാസനെ ഉപയോഗിക്കാൻ ആരംഭിച്ചു. വലിയൊരു ആത്മപകർച്ചയിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. അതിന്നും തുടരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സുവിശേഷ വേല ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എപ്പോഴാണ് ഉത്തരേന്ത്യയെ കുറിച്ചുള്ളൊരു ഭാരം ഹൃദയത്തിൽ വന്നതും അതിന് ചുവടുവെച്ചതൊക്കെ എങ്ങനെയാണ്? എന്റെ പിതാവിന്റെ ജോലിയുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ ആലമ്പള്ളി എസ്റ്റേറ്റ് ചെറുവക്കലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തപ്പോൾ A.V. തോമസ് ആൻഡ് ജോൺ നൈനാൻ, ഈ 2 ദൈവദാസന്മാരാണ് അന്നത്തെ ഞാൻ 9ഉം 10ഉം ക്ലാസ്സുകൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർമാരായിട്ട് വന്നത്. അവരുടെ കൂടെ പരസ്യങ്ങൾക്ക് പോവുക, ഹൗസ് വിസിറ്റേഷന് പോവുക, ഇതൊക്കെ എൻ്റെ ഒരു വലിയ ഉത്സാഹമായിരുന്നു. തന്നെയല്ല, വീട്ടില് പിന്നെ മലയുടെ മണ്ടയിലുള്ള വീടാ, പറങ്കാവിന്റെ മേളിൽ കയറിയിരുന്ന് കാലം തികഞ്ഞു ദൈവരാജ്യ, കാരണം ഞങ്ങളുടെ വീട് മലയുടെ മേളിലായതുകൊണ്ട് പാസ്റ്റർമാർ മലയുടെ മേളിൽ പരസ്യവും മലപ്രസംഗത്തിന് വരും. അവരിൽ നിന്ന് ആ കൊച്ചുനാളി കിട്ടിയതുകൊണ്ട് ഞാൻ മലയുടെ മണ്ടയിൽ കയറിയിരുന്ന മരത്തേൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയും, കാലം തികഞ്ഞു ദൈവരാജ്യ സമയം. അതിങ്ങോട്ട് വർദ്ധിച്ചു പച്ചക്കറി മാർക്കറ്റിൽ പോയാൽ, ചന്ത കണ്ടാൽ, 10 പേര് കൂടുന്നിടം കണ്ടാൽ എനിക്ക് പരസ്യവും നടത്തണം. അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ സ്പിരിറ്റിലേക്ക് വന്നു. അങ്ങനെ ആ ബൈബിൾ സ്കൂളിൽ പോകാൻ കാരണം, ഞാൻ മണക്കാല പഠിക്കുമ്പോൾ 1976 മാവേലിക്കര മിക്സൽ ജംഗ്ഷനിൽ വെച്ച് കല്ലുമല കുഞ്ഞോൻ സാറ് ഞങ്ങളുടെ അന്ന് അധ്യാപകനാണ് മണക്കാലയിൽ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞങ്ങൾക്ക് സൈക്കോളജി എടുത്തിരുന്നത്. അപ്പൊ അവിടുത്തെ കൺവെൻഷന്, മിക്സൽ ജംഗ്ഷനിലെ കൺവെൻഷന് പാട്ട് പാടാൻ മണക്കാല എന്ന് വിട്ട ടീമിന്റെ കൂടെ ഞാനും, പാട്ടുകാരനൊന്നും അല്ല, ഞാനും പോയിരുന്നു. അപ്പം സാധാരണ പാട്ടുകാർ ചെയ്യുന്ന പോലെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ഇന്നെന്നോലെ എനിക്ക് ആസ്മ ഉണ്ടായതുകൊണ്ട് ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു, ചുക്ക് കാപ്പി. ഞാന് കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ പുറകോട്ട് പോയി. ക്യാപ്റ്റൻ AM സാമുവിന്റെ പ്രസംഗമാണ്. പ്രസംഗ ഭാഗങ്ങളൊന്നും എനിക്ക് വലിയ
ക്യാപ്റ്റന്റെ ഇംഗ്ലീഷിലെ പ്രസംഗം ഹരമേറിയ ഭയങ്കര ഇത് ഒക്കെ കേട്ട് ത്രില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം എനിക്കിന്ന് ഓർമ്മയുണ്ട്, വടക്കേന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ യേശുവിനെ കേട്ടിട്ടില്ല, ആർ പോകുമെന്ന് ചോദിച്ചപ്പം ഞാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല കാപ്പിയുടെ കപ്പ് കളഞ്ഞോ പൈസ കൊടുത്തു ഒന്നും അറിയത്തില്ല, എന്റെ അകത്തങ്ങ് തീ കയറി. 6 ഹാർട്ട് അറ്റാക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുണ്ടായതിനേക്കാൾ ഭയങ്കര ചങ്ക് പൊട്ടൽ, നൊമ്പരം എനിക്ക് ഉണ്ടായിട്ട് എന്റെ കർത്താവേ ഞാൻ പൊക്കോളാമേ അലറുക. അപ്പൊ ഈ PG വർഗീസിന്റെ ഒക്കെ മീറ്റിംഗിൽ ഭൂതം ഇളകി ഞാൻ റാന്നി ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട്. കൊച്ചി ഇറക്കാൻ എല്ല് പിടിച്ച്, എനിക്ക് പള്ളുക്കുളത്ത് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ 28 കിലോയേ ഉള്ളൂ എന്റെ വെയിറ്റ്. സർട്ടിഫിക്കറ്റിനകത്ത് 30 കിലോ, സാറ് 2 കിലോ കൂട്ടി എഴുതാൻ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഒരു കവള് സോഡാ കുപ്പി പോലെ ഒട്ടി ഒരു എല്ല് കഷ്ണമാണ്. ഈ ചെറുക്കൻ എന്താടാ നിലവിളിക്കുക, ആൾക്കാർ ഇങ്ങനെ നോക്കി. ഞാൻ മുമ്പോട്ട് എന്നെ അയച്ചോണേ എന്ന് പറഞ്ഞ മുമ്പോട്ട് ഓടുക. ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ ക്യാപ്റ്റന് മനസ്സിലായി, അച്ഛൻ്റെ ആ കുഞ്ഞിനെ മുമ്പോട്ട് വിടാൻ പറഞ്ഞു. ആ ക്രൗഡിന്റെ പുള്ളി ആ വലിയ സ്റ്റേജിൽ നിന്ന് താഴോട്ട് കുനിഞ്ഞ്, പുള്ളിയുടെ കുർത്ത വൈറ്റ് ആൻഡ് വൈറ്റ് പാന്റ് ഷർട്ടുക, ആ നല്ല നീളമുള്ള മനുഷ്യൻ കൈ താഴോട്ട് നീട്ടി എന്റെ തലേ കൈവച്ച് കർത്താവേ ഈ കുഞ്ഞിനെ വടക്കേന്ത്യയിലെ മിഷണറി ആക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. അതാണ് എന്റെ മിഷൻ ഹാർട്ടിന്റെ വടക്കേന്ത്യൻ മിഷണറി ആകാനുള്ള ഏറ്റവും വലിയ ആ സമയത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ മണക്കാല പോയി 4 മാസം പഠിച്ചു കഴിഞ്ഞപ്പം ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി. വേണമെങ്കിൽ മലയാളം എടുത്തു, ഞാൻ പറഞ്ഞ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി. അതൊരു വലിയ സ്റ്റോറിയാ. 1 മാസത്തോളം ബൈബിൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ അവസാനം കോച്ച് സാറ്, ഞാൻ മരിച്ചുപോയെന്നൊക്കെ ആയി. അന്ന് എന്റെ കൂടെ പഠിച്ചിരുന്ന ബാച്ചിലുള്ളവർക്ക് അറിയാം, TG കോച്ച് സാറ് ഞാൻ ജീവനോടുണ്ടെന്ന് അറിഞ്ഞ് എന്നെ തിരിച്ചു വരുത്തി. അങ്ങനെ വളരെ വിഷണ്ണനെ, ഞാൻ അന്ന് 120 പിള്ളേർ പഠിക്കുന്ന 1ാമത്തെ സീറ്റാ. കൊച്ചിറക്കനല്ലേ, പുറയിരുന്നതിന് കാണത്തില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും പുറയിലേരിക്കും. എനിക്കൊരു അപകർഷതാബോധം, അവിടെ പഠിക്കുന്നു എന്നുള്ള അല്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും മാങ്ങാനം ജോസഫ് ഉപദേശിയെ വിളിച്ചു ഉപവാസപ്രാർത്ഥന നടത്താറുണ്ട് കോച്ച് സാർ. പക്ഷെ ആ പ്രാവശ്യം മാങ്ങാനം ജോസഫ് ഉപദേശി വന്നില്ല. ഒരു കഷത്ത് ഒരു ബൈബിൾ ഒരു കൊടയം വെച്ചുകൊണ്ട് ഒരു കറുത്ത മനുഷ്യൻ ദൂരെ നിന്ന് വരുന്ന കണ്ടുകൊണ്ട് PG ജേക്കബ് സാർ, തങ്കച്ചായൻ കോച്ച് സാറിനോട് പറഞ്ഞു, നല്ല വചന ശുശ്രൂഷ, പ്രവാചകനായി ഇച്ചിരി സമയം കൊടുക്കുക. മാങ്ങാനത്തിന്റെ സ്ഥാനത്ത് വേറെ ആരേക്കും. ഏതായാലും മനസ്സില്ലാ മനസ്സോടെ പുള്ളിക്ക് ഇച്ചിരി സമയം കൊടുത്തു. ആ പ്രാവശ്യത്തെ ഏറ്റവും ഭയങ്കര ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചു. ഈ മനുഷ്യൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഹെസ്കേൽ പ്രവചനത്തിൽ ശുക്ലസ്വർണം പോലെ 1-ാം അധ്യായത്തിൽ നിന്നാണ് തോന്നുന്നു, തിളങ്ങുന്ന തേജസ്സുള്ള സിംഹാസനത്തിന്റെ വർണ്ണനെ അങ്ങോട്ട് വർണ്ണിച്ചേച്ച് പുള്ളി അന്യഭാഷ പറഞ്ഞ ഒരൊറ്റ ഓട്ടം, ആളിത്രേ ഉള്ളൂ, കറ ഒരു ടാപ്പിംഗാരനാ. ഒരു ജമ്പ് ചെയ്ത് ഏറ്റവും പുറകെ ഇരുന്ന് എന്റെ തലയിലോട്ട് കൈവച്ചേച്ച്, മകനെ, അനേക ഭാഷക്കാരുടെയും ജാതികളുടെയും നടുവിൽ ഞാൻ നിന്നെ വടക്കേ ഇന്ത്യയിലെ ഒരു അപ്പോസ്തലനായി കണ്ടിരിക്കുന്നു. ഞാൻ ഭാഷയുടെ കാര്യത്തിലാ, പല ഭാഷകളുടെ ജാതികളുടെ നടുവിൽ നിന്ന് ഞാൻ നിനക്ക് ആത്മാക്കളെ തരും. എന്റെ നാമത്തിന് വേണ്ടി ശുശ്രൂഷയുടെ ഒടുവിൽ എന്നിട്ട് അത് ഞാൻ നിന്നെ ഒരു അപ്പോസ്തോലൻ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പദം കേൾക്കുന്നേ, നിന്നെ ഒരു അപ്പോസ്തോലനായി 76-ലെ കാര്യമായി പറയുന്നത്, നിന്നെ കണ്ടിരിക്കുന്നു. എന്റെ ശുശ്രൂഷയുടെ എന്റെ മഹത്വത്തിന് വേണ്ടി ഒടുവിൽ ഒരു രക്തസാക്ഷിയായി തീരുവാൻ നീ തയ്യാറാണോ എന്നങ്ങോട്ട് ചോദിച്ച് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കാരണം എനിക്ക് മനസ്സിലായി ഭാഷയുടെ പ്രശ്നത്തിൽ നിന്ന് എന്നോട് പറയാം പല ഭാഷക്കാരുടെ ഇടയിൽ ഞാൻ വേണ്ടിയില്ല. ഒന്നുകൂടെ പുള്ളി ചോദിച്ചു, നിന്റെ ശുശ്രൂഷയുടെ ഒഴിവിൽ എന്റെ നാമത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി നിന്നെ കണ്ടിരിക്കുന്നു, ഒരുക്കമാണോ എന്ന് ചോദിച്ചപ്പോ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പൊട്ട് കർത്താവേ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. ആ ഒരു സംഭവം അതിനുശേഷമാണ് ഈ മണക്കാലം വെച്ച് വെല്ലുവിളി ഉണ്ടാകുന്നതും. അതാണ് വടക്കേന്ത്യക്ക് വരാനുള്ള ഒരു പ്രേരണാശം. അങ്ങനെ വളരെ വ്യക്തമായ ദൈവിക വിളി ജീവിതത്തിൽ പ്രാപിച്ചു. പിന്നെ ഉത്തരേന്ത്യയിലേക്ക് ആദ്യമായിട്ട് തീവണ്ടി കയറിയ അനുഭവങ്ങളൊക്കെ ഓർത്തെടുക്കാമോ? ഒരു പക്ഷെങ്കില് അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒക്കെ കാണുമല്ലോ. ചിലർ പറഞ്ഞു കാണും, നീ എന്തിനാ ഉത്തരേന്ത്യയിൽ പോയി നിന്റെ ജീവിതം കളയുന്നത്, നിനക്ക് ഇവിടെ നിന്നാ പോരെ. എന്നാൽ സപ്പോർട്ട് ചെയ്തവരും കാണും. ആ ദിവസങ്ങളൊക്കെ ഓർത്തെടുക്കാമോ? അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. എവിടെങ്കിലും ശുശ്രൂഷയ്ക്ക് ദൈവം അയക്കാം. 1. 2, എന്റെ കമ്മിറ്റ്മെന്റും എന്റെ ഒരു ബസ് കണ്ടാൽ
ഞാൻ അതിനകത്ത് പരസ്യം നടത്തും. ബൈബിൾ സ്കൂളിൽ നിന്ന് 2 ദിവസത്തേക്ക് അവധി വെള്ളിക്ക് വീട്ടിൽ പോയാൽ ഒരു 3 പരസ്യവും നടത്തി ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു സുവിശേഷ ഭ്രാന്ത് എൻ്റെ അകത്തുണ്ടായിരുന്നു. ഐ പ്രൂവ്ഡ് ഇറ്റ്. അത് തെളിയിക്കാൻ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇപ്പൊ പറഞ്ഞത് വലിയ രസമാണ്. എൻ്റെ ആദ്യമായ നോർത്ത് ഇന്ത്യൻ ജേണി ക്യാപ്റ്റൻ ചാന്റെ ഇന്ന് ഞാൻ, പാസ്റ്റർ കെ കോശി, പി ഡി തോമസ്, ഒരു സണ്ണി പട്യാല, ഞങ്ങളെല്ലാം ഒരുമിച്ച് പോകാനായിട്ട് വെച്ചിരിക്കുക. അപ്പൊ 23-ാം തീയതി, ഏപ്രിൽ മാസം 23-ാം തീയതി അവർക്ക് ടിക്കറ്റ് കിട്ടി. ഞാനും ആ ഡേറ്റിൽ എടുക്കാൻ പറഞ്ഞു. എനിക്ക് 22 ആയിപ്പോയി. കൊല്ലത്തുനിന്ന് 29 രൂപയുടെ 89 രൂപയുടെ ടിക്കറ്റാണ് ജമ്മു വരെ ഓൺവേർഡ് ജേണിക്ക് റിസർവേഷൻ. അന്ന് 89 രൂപയുടെ ആ ടിക്കറ്റ് കയ്യിലില്ല. അപ്പം ഞാൻ ആ ടിക്കറ്റ് എടുത്ത് പാസ്റ്റർ ജോൺ നയനാനും എ വി തോമസ് പാസ്റ്ററും കൂടെ എന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. കോൺസി ഗാഡി ഹെ ജമ്മുത്തൊക്കെ എന്റെ ബ്രദറിലോ ആൻഡമാൻസിലൊക്കെ ആയിരുന്നുകൊണ്ടും പുള്ളി സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ജോലി ചെയ്തുകൊണ്ടൊക്കെ കുറച്ച് ഹിന്ദി അറിയാം. കോൺസി ഗാഡിയെ ജമ്മു തവിക്കാന്ന് എന്റെ ബ്രദറിലോ എഴുതി തന്നു. അപ്പൊ ഡൽഹി ചെല്ലുമ്പോൾ ഇത് ചോദിക്കണം. ഞാൻ ഓർത്ത് കൊല്ലത്തെ പ്ലാറ്റ്ഫോം പോലെ ഡൽഹിയിൽ 2 പ്ലാറ്റ്ഫോമേ കാണത്തുള്ളൂ. ഫരീദാബാദ് വരെ ഈ പേപ്പറിൽ കോൺസി ഗാഡിയെ ജമ്മു തവിക്ക് ഇത് കാണാതെ പഠിച്ചു. ഫരീദാബാദിൽ ചെന്നപ്പോഴാണ് ആരാണ്ട് പറഞ്ഞു ഡൽഹിയിൽ 3 സ്റ്റേഷൻ ഉണ്ട്, നിസാമുദ്ദീൻ, ഓൾഡ് ഡൽഹി, ന്യൂഡൽഹി. എന്റെ സമതല തെറ്റി. നിസാമുദ്ദീനിൽ ചെന്നിറങ്ങി. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ചേഞ്ച് ഉണ്ട്. ഒരു 6 മണിക്കൂറെങ്കിലും പ്ലാറ്റ്ഫോമിൽ വെള്ളം പോലും കുടിക്കാതെ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും അലഞ്ഞത്. ഇന്നും എനിക്കറിയാം. ബോധം കെട്ട് പ്ലാറ്റ്ഫോമിൽ വീണു. എത്ര നേരം കിടന്നു, ആരെണ്ണീപ്പിച്ചൊന്നും ഒരു ഓർമ്മയില്ല. ഇന്നും എനിക്കറിയത്തില്ല നിസാമുദ്ദീനെ തന്നെ ആരാ ഓൾഡ് ഡൽഹി കൊണ്ടുപോയത്. ഏതായാലും ജമ്മു ഡെസ്റ്റിനി ആയ ഒരു ട്രെയിനിൽ കയറി, ഒരു കൂലിയുടെ സഹായത്തോടെ. എന്റെ ട്രെയിനിലല്ല താനും, പക്ഷെ ഡെസ്റ്റിനി ജമ്മു ആയിരുന്നു. അതിൽ കയറി ഞാന് അംബാലയ്ക്ക് ഇപ്പുറത്ത് സിഗ്നൽ കിട്ടാതെ വണ്ടി നിർത്തിയപ്പം എനിക്കിനി യാത്ര ചെയ്യാൻ വയ്യ. കാരണം കീര തിന്നുന്നു, മൂലി തിന്നുന്നു, കക്കടി തിന്നുന്നു, ഹരിയാനവികള്, പഞ്ചാബികള്, തലേക്കെട്ടുകാർ, ഇതെല്ലാം കൂടെ എനിക്കൊരു അസഹ്യത. ജനറൽ കമ്പാർട്ട്മെന്റാ. ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ അമ്മച്ചെ കാണണം. എനിക്ക് എന്റെ വീട്ടിലെ ഓർമ്മ. 3 ദിവസം ഈ ട്രെയിനിലെ പച്ചരിച്ചോറും അതും ഇതെല്ലാം കൂടെ എനിക്ക് സഹിക്കാൻ വയ്യ. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഡ്രസ്സ് മാറുന്നുണ്ട്. ഇനി മാറാൻ ഒരു ജമ്മു ചെന്നിറങ്ങുമ്പോഴത്തേക്കുള്ള ഒരു വൈറ്റ് ഷർട്ട് മാത്രം വെച്ചിട്ടു ഞാൻ അവിടെ ഇറങ്ങി. സിഗ്നൽ കിട്ടാതെ വണ്ടി എന്റെ മുമ്പിൽ. ഞാൻ ആദ്യത്തെ ജനറൽ ബോഗിയില്ല. വണ്ടി എല്ലാം പോയി അവസാന ബോഗികൾ പോരായപ്പോ ദൈവമേ ഇതൊരു കാടാണല്ലോ എന്ന് പറഞ്ഞ് ചാടി ഒരു ബോഗിയിലോട്ടും ഇങ്ങനെ ഹാൻഡിലിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങിക്കിടന്ന്. കയ്യില് ബാഗുകളൊക്കെ അല്ലെ, ഒരു ടവൽ ഈ കൈ കിടപ്പുണ്ട്. തൂങ്ങി അകത്തോട്ട് ഡോറിന്റെ അവിടെ. അപ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വരുന്നത്, ഈ ഡോർ അടച്ചല്ലിട്ടേക്കും. ഭാഗ്യവശാൽ ആ ഡോർ അടച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചെറുക കാലുകൊണ്ട് തപ്പിപ്പിടിച്ച അത് അകത്ത് കയറി. അകത്ത് കയറിയപ്പോഴാ ഇത് നല്ല അപ്പുറം ഇപ്പുറം ചെറിയ മുറി പോലെ തോന്നുന്നു. ക്യാബിൻ ടൈപ്പ്. ഞാനിത് കണ്ടിട്ടില്ല. ഒരു ഗാലറി. അതിനകത്ത് ഞാൻ മുമ്പോട്ട് അങ്ങോട്ട് പോയപ്പോ ഇത് എവിടെ കയറേണ്ടെന്നൊരു പിടിയില്ല. എവിടെ ആള് താമസിക്കണമെന്ന് അറിയത്തില്ല. ഒരാൾ ഇങ്ങോട്ട് ഒരു ക്യാബിൻ തുറന്ന് ഇറങ്ങി ചോദിച്ചു. എന്നെ കണ്ടപ്പോഴേക്ക് പിടികിട്ടി എന്തോ ഹാവ് യു റിസർവേഷൻ. ഇംഗ്ലീഷിൽ ചോദിച്ചു. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും സംഗതി മനസ്സിലായി. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. അല്ലെ, ടിക്കറ്റിന്റെ പുറത്ത് ഇങ്ങനെ ചുമന്ന അക്ഷരത്തിൽ, പഴയ ടിക്കറ്റിന്റെ പുറത്ത് ഓർക്കുന്നില്ലയോ റിസർവേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എടുക്കാൻ തുടങ്ങിയപ്പോ അയാളങ്ങ്. ഞാൻ അയാൾ പോയപ്പോ അതുപോലൊരു ക്യാബിൻ ഇപ്പുറത്ത് തുറന്നു കിടന്നു ഉണ്ടായിരുന്നു. ഞാൻ അത് തുറന്ന് അകത്ത് നോക്കിയപ്പോ വീതിയുള്ള പച്ച പരവതാനി വിരിച്ച കമ്പാർട്ട്മെന്റുകൾ, ബർത്ത്. ഞാൻ ഇത് വെച്ചാണ് അവിടെ കിടന്ന് ഇടിക്കണ്ടേ. ഞാൻ അതിനകത്ത് കയറി കിടന്ന് കുറ്റിയിട്ട് സുഖമായിട്ടൊക്കെ കുറഞ്ഞ്. ഫസ്റ്റ് AC ആണെന്ന് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞാൽ മനസ്സിലായത്. ജമ്മു വരെ ആരും പിടിച്ചില്ല. അങ്ങനെ ജമ്മു ചെന്നിറങ്ങി. ഒറ്റ വാക്കിൽ അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ആഞ്ഞലിത്താനങ്കാരൻ രാജം വർഗീസ് പാസ്റ്ററും കെ മാത്യു കപൂർത്തല അവർ രണ്ടുപേരൂടെ എന്നെ അവരുടെ അവിടെ നിന്ന് അവരെന്നെ സ്വീകരിച്ചിട്ട് ഉദംപൂരിന് കയറ്റിവിടേണ്ടതാ. കെ മാത്യു പാസ്റ്റർ ഏത് വണ്ടിയിലാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് പല പ്രാവശ്യം വണ്ടി വന്നിച്ചു പോയി. ഞാൻ മണിക്കൂർ, അന്ന് 3 ട്രെയിൻ എങ്ങാണ്ടേ ജമ്മു വരുന്നുള്ളൂ. എന്റെ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ആരുമില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. വിശക്കുന്നു, ക്ഷീണം തോന്നുന്നു, മനസ്സ് തകർന്നു. കുറെ ആർമിക്കാരുടെ ഭാര്യമാര്, അവരെ സ്റ്റേഷനിൽ ഇരുത്തിച്ച് ആപ്പിളൊക്കെ മേടിക്കാൻ പോയതായിരിക്കും. നാട്ടിൽ പോകുന്നവരുടെ അവരിരിപ്പുണ്ട്. ഇനി അടുത്ത 3 മണിയുടെ ട്രെയിൻ. മണിക്കൂറുകൾ കഴിയുന്നത് എനിക്കൊരു രക്ഷയില്ല.
ഞാൻ ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പോലീസുകാരനെ പോയി പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് തേങ്ങം കരഞ്ഞു. അല്ലാതെ എന്തോ എനിക്കൊന്നും ചെയ്യാൻ. ഇന്ന് അവിടെയാണ് തുടക്കം. ഇന്നത്തേക്ക് 42 വർഷം മുമ്പ് ജമ്മു പ്ലാറ്റ്ഫോമിൽ അടർന്നു വീണ കണ്ണുനീർ തുള്ളികൾ ഇന്ന് രാജസ്ഥാനിലും 6 സ്റ്റേറ്റിലുമായിട്ടുള്ള 60ഓളം പ്രാദേശിക മിഷണറിമാരുള്ള 2 ബൈബിൾ സ്കൂളിലുള്ള RMTC RBTC ഈ ട്രെയിനിങ് സെന്ററുകളുടെ ഒക്കെ ഫൗണ്ടേഷൻ കർത്താവ് ഇടുകയായിരുന്നു എന്ന് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇന്ന് അതായിരുന്നു എൻ്റെ ആദ്യത്തെ റെയിൽവേ ജേണി. ഒത്തിരി മറക്കാനൊക്കാത്തവർ. അങ്ങനെ വളരെ സാഹസികമായി ദൈവം ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുവന്നു, ജമ്മുവിൽ എത്തിച്ചു. ജമ്മുവിൽ എത്തിയപ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് എല്ലാം വ്യത്യസ്തമാണ്. പുതിയൊരു സാഹചര്യം. നമ്മൾ മലയാളം കേട്ട് വളർന്ന, മലയാളം അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഹിന്ദി പറയുന്ന ഒരു ജനക്കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ആഹാര രീതികളെല്ലാം വ്യത്യസ്തം. പ്രത്യേകിച്ച് ജമ്മുവിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയൊക്കെയാണ്. ഇവിടെയൊക്കെ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാനും ഹിന്ദിയൊക്കെ പഠിക്കാനും ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനൊക്കെ ദൈവം എങ്ങനെയാ ബലപ്പെടുത്തിയത്? ഹിന്ദി പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യമമായിട്ട് തോന്നിയില്ല. കാരണം ക്യാപ്റ്റൻ ജാൻ ചെന്ന ഉടനെ പറഞ്ഞു, നിങ്ങൾ മലയാളം വായിക്കോ, പിന്നെ ബൈബിള് വായിക്കാതിരിക്കോ, എന്തോ വേണേലും ചെയ്തു. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഒറ്റ ഒരുത്തം മലയാളം മിണ്ടിയിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റന്റെ ഓർഡർ അല്ലേ, അന്ന് വേദോസ്തം എടുത്ത് ബ്രീഫ് കേസിന്റെ അടിയിൽ മലയാളം വെച്ച ഹിന്ദി ബൈബിൾ അച്ചാൻ ഫ്രീ ആയിട്ട് തന്നു. ഇന്ന് വരെ മലയാളം ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല. ചിലപ്പോ ഇപ്പൊ ഈ മലയാളം ചാനലുകളിൽ വല്ലതും പറയാൻ വേണ്ടി ഒരു മലയാളം ബൈബിള് കർണാടൻ പാസ്റ്ററായിട്ട് പോയി മേടിച്ചോണ്ട് വന്നു, അത് ഇവിടെ ഇരിപ്പുണ്ട്. അല്ലാതെ മലയാളം ഡിവോഷണൽ പോലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള ഒരു കൃപ, ക്യാപ്റ്റൻ ജാന്റെ ഡിസിപ്ലിൻ ആണ് ആ കാര്യത്തിൽ. എന്നാൽ മറുഭാഗം ഭാഷ ഭക്ഷണം, സംസ്കാരം, ഇവയൊക്കെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. ചെന്നിറങ്ങിയത് തന്നെ ആഞ്ഞിലിത്താനും രാജൻ വർഗീസ് പാസ്റ്റർ അവിടെ അല്ലേ ചെന്നെന്ന് പറഞ്ഞു. അത് ഭയങ്കര അത്ഭുതമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഞാനൊന്ന് കുളിച്ച് ചൂടുവെള്ളത്തിൽ പിന്നെ കുളിക്കാനുള്ള സംവിധാനം എല്ലാം തന്നു. രാജൻ വർഗീസ് പാസ്റ്ററും മാത്യു പാസ്റ്റർ അവർ ഒരുമിച്ച് താമസിച്ചു. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ച ആ വർഷങ്ങളായിരിക്കുമെന്നായിരിക്കും. അവർ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം അവരുടെ കൂടെ അന്ന് രാത്രി താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് എന്നെ അവരെ കയറ്റിവിടുന്നത്. അപ്പൊ വൈകുന്നേരം ആയപ്പോ ചോദിച്ചു, രാജു നീ ക്ഷീണമാണെങ്കിൽ കിടന്നു. വീട്ടിൽ എന്നെ രാജു എന്നാ വിളിക്കുന്നത്. എന്റെ ആ പേര് വിളിച്ച രാജു, നീ ക്ഷീണമാണെങ്കിൽ വിശ്രമിച്ചു, ഞങ്ങളൊരു യോഗം കഴിഞ്ഞു. ഇല്ലെങ്കിൽ വാ, നാളെ അങ്ങ് പോവുകയല്ലേ, ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് കൂടാം. ഞാൻ പറഞ്ഞു, പിന്നെ മീറ്റിംഗ് ഇന്ത്യക്കാരുടെ സഭയൊന്ന് കാണണ്ടേ. അവിടെ ചെന്നു. അന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. തർജ്ജിമ പിന്നെ മാത്യു പാസ്റ്റർ ചെയ്തു, ഞാൻ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അപ്പൊ ഈ കേറിപ്പോകുന്ന വീട്ടിന്റെ 2 സൈഡിലും പാട്ട വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കോലും കയറും കിടക്കുന്നത്. എനിക്കത് എന്തു വന്നൊന്നും പിന്നെ മനസ്സിലായത് ഈ കോരികളാണ്, അവരുടെ വീടുകളാണ്. അപ്പൊ അവരുടെ വീട്ടിൽ വെച്ച യോഗം നടക്കും. യോഗം കഴിഞ്ഞ് ഭക്ഷണം കൊണ്ട് വെച്ചപ്പം ഭയങ്കര 3-4 ദിവസം കൊണ്ട് ട്രെയിനിൽ യാത്ര, 4 ദിവസം ആയില്ലയോ കേരളത്തിൽ നിന്നുള്ള നല്ലൊരു ആഹാരം കഴിക്കാനുള്ള ആർത്തി. ചൂട് പച്ചരിച്ചോറ് അങ്ങോട്ട് ഇട്ടു. പച്ചരിച്ചോറ് പണ്ടേ ഇരിക്കാൻ കൂടാ, എങ്കിലും ആർത്തിയോടെ കഴിക്കാന്ന് വിചാരിച്ചു. ഒരുത്തൻ പിന്നെ ഒരു സൈക്കിള് കൊണ്ടുവന്ന് അങ്ങോട്ടൊന്ന് എറിഞ്ഞേച്ച് ഒരു തൂക്കുപാത്രം പിടിച്ച് സബ്ജി ആകയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആ തൂക്കുപാത്രത്തിനകത്ത് ഒരു തവി ഇട്ടിളക്കി മേടിച്ചോണ്ട് വന്നതാ. എന്റെ പാത്രത്തിലോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, രാജൻ വർഗീസ് പാസ്റ്റർ ഞങ്ങൾക്ക് കോരിയിട്ടു. ഈ പിന്നെ താണ ആൾക്കാർ താമസിക്കുന്ന കോളനിയുടെ പുറത്ത് ഉന്തുവണ്ടിയിൽ ഈ പന്നിയുടെയും ഒക്കെ കോഴിയുടെയും ഒക്കെ അല്ല മറ്റ് ഇതിന്റെ ഒക്കെ നാക്കും പല്ലും ചിറിയും എല്ലും കറി വെച്ച്, ഇങ്ങനെ കുടലും പാണ്ടവും ഒക്കെ ഒരുമിച്ചിട്ട് കറി വെച്ച് വിൽക്കുന്ന പേലയ്ക്കകത്തുനിന്ന് മേടിച്ചോണ്ട് വന്നതാ. ഞാൻ അങ്ങോട്ട് ഏതോ ഒരു ഭയങ്കര ആർത്തി, ഇറച്ചിയുടെ മണം വരുന്നുണ്ട്. ആർത്തിയോടെ ഇറച്ചി കിട്ടിയതിന്റെ ഇതിൽ വായിലോട്ട് വെച്ചപ്പം അത് ഈ കോഴിയുടെ തലയോ അങ്ങനെയുള്ള ഏതാണ്ട് ഒരു ഭാഗം പന്നിയുടെ ആണോ കോഴിയുടെ, ഞാൻ മേലു വരുത്തോ പൂട സഹിതമുണ്ട്. ഞാൻ പറഞ്ഞു, രാജാ ഇതെന്തുവാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, മിണ്ടാതെ കഴിച്ചോണം, മോന്തെ ഒന്നും വെളുപ്പിക്കരുത്. ഇത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഇവര് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നീ വളക്കേണ്ടി വേലയ്ക്ക് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒക്കത്തില്ല. ഇച്ചിരി ഉള്ളി കട്ട് ചെയ്ത് മേടിച്ച് മറ്റേ കറി
അടുത്തിരുന്ന പാത്രത്തിലോട്ട് വീട്ടുകാരറിയാതെ മാറ്റിക്കൊണ്ട് പച്ചച്ചോറ് ഉള്ളിയും തിന്നു. അത് ഹൊറിബിളാ. പക്ഷെ അതിനുശേഷം ഒരിക്കൽ പോലും അത് വേണ്ടെന്ന് പറയാൻ ഇട വന്നില്ല. അവിടുന്ന് എന്നെ ആദ്യം പോസ്റ്റിംഗ് ചെയ്തത്, ഞാൻ ജമ്മുവിലെ ക്യാപ്റ്റൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ ആയിരിക്കുമ്പോ തന്നെ റജോറി, ഇന്ത്യയുടെ നെക്കുണ്ടല്ലോ ഇന്ത്യയുടെ കഴുത്തിന്റെ ഒരു നെക്ക് വരുന്ന റജോറി എന്ന് പറയും. പൂഞ്ചിലായിരുന്നു കെ കോശി, ഞാൻ റജോറിയിൽ, ഞാനും പി ഡി തോമസും. അവിടെ -14, സാർ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന്റെ ദേവദാസിനെ -14 ഡിഗ്രി. കേരളത്തിലെ ടെമ്പറേച്ചറിന് 65 രൂപയുടെ, അന്നത്തെ കാലത്ത് 65 രൂപ ഭയങ്കര കോസ്റ്റ്ലിയാ. ഒരു സെക്ടർ ഞാൻ മേടിച്ചിട്ടുള്ളത്, അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. 5 രൂപയുടെ കണ്ടം ചെയ്ത കമ്പിളി ആർമിക്കാരുടെ, കാരണം ആർമി മാത്രമേ അവിടെ ഉള്ളൂ, സിവിലിയൻസ് തീരെ കുറവാ. റജോറി അല്ലേ ഇന്ത്യ, 28 കിലോമീറ്ററിന്റെ അപ്പുറവും പാകിസ്ഥാൻ ഇപ്പുറവും പാകിസ്ഥാൻ, 28 കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യ. നെക്ക അത് ക്ലോസ് ചെയ്ത്, അത് ഏറ്റവും സെൻസിറ്റീവ് പോയിന്റാ. അവിടെ ആർമിക്കാരുടെ കണ്ടം ചെയ്ത 5 രൂപയുടെ കമ്പിളിയും 5 രൂപയുടെ ഒരു ലോങ് കോട്ടും ഞാൻ മേടിച്ചു. ഇല്ല, ഞാൻ ആസ്മ പേഷ്യന്റ് അല്ലേ, കമ്പിളി കണ്ടം ചെയ്തതിന്റെ കറുത്ത ഇല്ല കമ്പിളി കാണാൻ നല്ലതാ, മടക്കി ഇങ്ങനെ റെഡിമെയ്ഡായി ബസ് സ്റ്റാൻഡിൽ വിൽക്കാൻ വെച്ചിരിക്കുക, കാണാൻ കൊള്ളാം. പക്ഷെ പുതയ്ക്കുമ്പോ തുമ്മി എന്റെ ഊപ്പാട് വരിക. എനിക്കറിയാമോ ഈ കമ്പിളി കൊണ്ടാവും. അവിടെ ആ തുടക്കം കർത്താവിന്റെ കൃപയാൽ അവിടുന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ചൂടുള്ള രാജസ്ഥാനിലേക്ക് ദൈവം അയച്ചു. അവിടെ 9 മാസം മാത്രം നിന്നു. 1980 ഞാൻ രാജസ്ഥാനിലേക്ക് വരുവാൻ ദൈവം കൃപ നൽകി. പ്രചോദനം നൽകുന്ന, വിശ്വാസം ഉറപ്പിക്കുന്ന ഈ അനുഭവങ്ങൾ തുടരുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വില കൊടുത്തവർ ശോഭിതരാകും. Word to All Translations. One stop for all your Christian translation needs in Indian languages. We handle translation, proofreading, audiovisual translations, page setting, DTP. Contact us www.wordtoall.com. വില കൊടുത്തവർ ശോഭിതരാകും. ജമ്മുവിൽ നിന്നും രാജസ്ഥാനിലേക്ക് പോകാനുള്ള ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് രാജസ്ഥാനാണ് എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ദൈവിക വാഗ്ദത്വങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും വെളിപ്പാടുകളോ ദേവദാസൻ ഉണ്ടായോ? ഏതായിരുന്നു ആ സാഹചര്യത്തിലേക്കൊക്കെ നയിച്ചത്? എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒരു സഭാ ശുശ്രൂഷ ഉടനെ എടുക്കുക എന്നല്ല, ക്യാപ്റ്റനെ പോലെ ഉള്ള ധീരന്മാരായ ദൈവദാസന്മാരുടെ വേദോത്സവം ചുമന്ന് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ഒറ്റ ദീർഘവർഷങ്ങൾ, അവരുടെ ശിഷ്യത്വം, ഏലിയാവിന്റെ കൂടെ എലീഷ, അതായിരുന്നു എൻ്റെ ഡ്രീം. എന്നാൽ ദൈവം എനിക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ. അതൊക്കെ ഭയങ്കര അത്ഭുതം. നാട്ടില് ക്യാപ്റ്റൻ എം സാമുവലിന്റെ തർജ്ജമയ്ക്ക് വേണ്ടി ഡോക്ടർ ടി പി വർഗീസിനെയും പാസ്റ്റർ ഡാനി ജോർജിനെയും ഒക്കെ ഞാൻ ക്രമീകരിച്ചു കൊടുത്തത്. എൻ ടൈമിൽ അവർ രണ്ടുപേരും വരാഞ്ഞു വന്നപ്പം ക്യാപ്റ്റൻ ചോദിച്ചു, നീ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചല്ലയോ, നിനക്ക് എനിക്ക് തർജ്ജമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അത് ഇവരെല്ലാം കൂടെ തറയിൽ കുത്തിയിരിക്കുക, നാളത്തേക്ക് ആളില്ല. ക്യാപ്റ്റൻ കസേര ഇരിക്കുന്നു, ജേക്കബ് ജോൺ പാസ്റ്റർ, അന്നത്തെ സീനിയർ മോസ്റ്റ് പാസ്റ്റർമാരില്ലാത്ത എന്നെ വിളിപ്പിച്ച, ഞാൻ അന്നില്ല പാട്ടു ശ്രമിക്കുകയൊക്കെ ചെയ്യാം. ആദ്യത്തെ കൊച്ചിറക്കൻ ടീമില് പാട്ടു ശ്രമിക്കുക, പന്തലിന്റെ ലാസ്റ്റ് കാര്യങ്ങളിൽ എന്തെങ്കിലും നോക്കണം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു, യോനാൻ ആരാന്ന്, ഞാനാന്ന് പറഞ്ഞു വിളിക്കുന്നു. ഞാൻ ചെന്നപ്പം ക്യാപ്റ്റൻ കസേര കട്ടിലിരിക്കുന്നു, ബാക്കി എല്ലാവരും തറയിരിക്കുന്നു. അകത്തോട്ട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. ജേക്കബ് ജോൺ അവിടെ ഇരുന്നുകൊണ്ട് ജേക്കബ് ജോൺ ചാൻ എന്നോട് ചോദിച്ചു, രാജു നീ മണക്കാലം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതല്ലയോ, ക്യാപ്റ്റൻ തർജ്ജമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഇവര് ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്ന. ഞാൻ ക്യാപ്റ്റൻ, അച്ഛാ ഞാൻ ഇംഗ്ലീഷ് മീഡിയം അല്ലെന്ന് പറയാൻ വന്നതാ, കാരണം 4 മാസം പഠിച്ചുള്ളല്ലോ, അല്ലെന്ന് പറയും. ഇംഗ്ലീഷ് മീഡിയം അച്ഛാ എന്നോട് ചോദിച്ചു, നിനക്ക് വിശ്വാസമുണ്ടോ, നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. മുട്ടുമടക്കാൻ പറഞ്ഞു. ക്യാപ്റ്റൻ ആ കട്ടിലെ ഇരുന്നുകൊണ്ട്, ഈ ദൈവദാസന്മാർ 10-16 പേര് താഴെ ഇരുന്നുണ്ട്, എല്ലാവരുടെ എന്റെ തലയെ കൈവച്ച്, കർത്താവേ ഇവനെ അഭിഷേകം ചെയ്യണേ എന്ന് പറഞ്ഞു. അവരുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ മണക്കാല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചായിരുന്നു. പക്ഷെ ഞാൻ 4 മാസം കൊണ്ട് ഇറക്കി വിടപ്പെട്ട അത് അവരറിയുന്നില്ല. മണക്കാലെന്ന് കേട്ടപ്പോ കേരളത്തിൽ അന്ന് ഒറ്റ ഇതേ ഉള്ളൂ. എനിവേ, പിറ്റേ ദിവസം പകലത്തെ മീറ്റിംഗ് മുതൽ 97 വരെ ക്യാപ്റ്റന്റെ ട്രാൻസ്ലേഷൻ എന്നുള്ള ആ പാർട്ട് കൂടെ ദൈവം എനിക്ക് തന്നു. അപ്പൊ അങ്ങനെ ക്യാപ്റ്റന്റെ കൂടെ ഇങ്ങനെ
9 മാസത്തോളം വടക്കേ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പോഴാ റജോറിയിലും ഞാൻ ഇരിക്കുന്നത്. അച്ഛൻ ആവശ്യമുള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ പോകും. ചണ്ഡീഗഡ് വന്നപ്പോൾ ചണ്ഡീഗഡ് വരും, അഹമ്മദാബാദിൽ പോകേണ്ട അഹമ്മദാബാദിൽ പോകും, അച്ഛൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുമായിരുന്നു. ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കും, അങ്ങനെ പോകും. അങ്ങനെ രാജസ്ഥാനി വന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദാറ്റ് വാസ് ഇൻ 80 നവംബർ. രാജസ്ഥാനി വന്നു. ജോധ്പൂരിലെ KV ഫിലിപ്പ് പാസ്റ്റർ മരിച്ച സമയം. അതിനു മുമ്പ് ജയ്പൂരിലൊരു കൺവെൻഷൻ, ഇപ്പൊ ഇരിക്കുന്ന ജയ്പൂരിലൊരു കൺവെൻഷൻ, അല്ല അൽവറിലൊരു കൺവെൻഷൻ, ജയ്പൂരിലൊരു കൺവെൻഷൻ. KV ഫിലിപ്പ് പാസ്റ്ററെ അമ്മാമ്മയെ കാണാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ ഈ രാജസ്ഥാൻ ഒന്ന് കണ്ട. എന്റെ മനസ്സിൽ പറഞ്ഞ തമ്പുരാനെ, ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റും തന്നു, രാജസ്ഥാൻ എനിക്ക് വേണ്ട. കാരണം 1-2 ചുഴലിക്കാറ്റ് അടിച്ചപ്പോ പൊടി അങ്ങോട്ട് അടിച്ച് പട്ടാപ്പകൽ രാത്രി പോലായി. അപ്പൊ ഞാൻ ആസ്മരും. ഒട്ടക വണ്ടിയുടെ പുറത്ത് യാത്ര, സംസ്കാരമില്ലാത്ത ആൾക്കാർ. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഇന്ത്യയിൽ എന്നെ എവിടെ വേണേലും വിട്ടോ, രാജസ്ഥാനിക്ക് വേണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു. ഈ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ കാശ്മീരിൽ പോയി. ഞാൻ എന്റെ റജോറിയിൽ ഇരിക്കുമ്പോൾ ക്യാപ്റ്റൻ ചാന്റെ ഒരു എഴുത്ത് വന്നു. കാരണം ഇതാണ്, അൽവറിലുള്ള റാന്നിക്കാരനൊരു ബേബി, പുനലൂക്കാരൻ ഒരു ബേബി, പുള്ളി ഒരു ആർമിയിലെ PM ഫിലിപ്പ് എന്ന് പറയും, പാലക്കാട്ടുകാരനൊരു ബേബി. ഈ 3 ബേബിമാര് ചേർന്ന് ക്യാപ്റ്റൻ ചാൻ ഒരു കത്തയച്ച്, ഞങ്ങൾക്ക് അൽവറിൽ ഒരു പാസ്റ്ററെ വേണം, ഹിന്ദി സ്പീക്കിംഗ് വേണം, തൽക്കാലത്തേക്ക് ആ ടീം വന്ന കൊച്ചു ഇറക്കണേ ആയാലും മതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എന്നെ എനിക്ക് എവിടെങ്കിലും എവിടെ വിട്ടാലും വേണ്ടിയല്ല, ഇന്ത്യയിൽ എവിടെ വേണേലും പോവാം, പക്ഷെ രാജസ്ഥാൻ വേണ്ട. അത് പറഞ്ഞു, അതെനിക്ക് ഓർമ്മയുണ്ട്. കത്ത് കിട്ടി, നിന്നെ അൽവറിലേക്ക്. എന്നിട്ട് താഴെ എഴുതി, ഷോർട്ട് പീരീഡിലേക്ക് വേറൊരു അവർക്കൊരു ഫാമിലിക്കാരെ കിട്ടും ആഗ്രഹം, നിന്നെ മാറ്റിയേക്കാം. ആ കത്ത് കിട്ടി. അത് കത്ത് കിട്ടുന്നതിന്റെ തലേ രാത്രി എന്റെ കൂടെ ഒരു അതിഥിയായ ഒരു ദൈവദാസൻ തിരുവനന്തപുരക്കാരൻ 2:30 ആയപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ അൽവറിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടി പോലെ തോന്നി. ഞാൻ ആ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു, ദൈവദാസനെ, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് അൽവർ വേണ്ട. പുള്ളി പറഞ്ഞു, ഇതൊരു ദൈവനിയോഗം കാണുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ക്യാപ്റ്റൻ ലെറ്റർ വന്നു, നിന്നെ അങ്ങനെ തൽക്കാലത്തേക്ക് വിട്ടത് 42 വർഷം കഴിഞ്ഞു. ദേവദാസനെ, ക്യാപ്റ്റൻ സാമുവൽ അച്ചാന്റെ അന്നത്തെ അഭിഷേകവും അദ്ദേഹത്തിന്റെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിശീലനവും ഒക്കെ ഉത്തരേന്ത്യയിൽ വേല വളരെയധികം വ്യാപിക്കുവാൻ ഇടയായി തീർന്നു. വില കൊടുത്തവർ പ്രോഗ്രാമിൽ പങ്കെടുത്ത സീനിയർ ആയിട്ടുള്ള ദേവദാസന്മാരൊക്കെ ഈ ശിക്ഷണത്തിൽ കൂടി കടന്നു വന്നവരാണ്. ദേവദാസനും അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ ആ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ശിക്ഷണവും അദ്ദേഹത്തിലുള്ള അഭിഷേകവും അത് ദേവദാസന്റെ മുന്നോട്ടുള്ള മിനിസ്ട്രിയിൽ എങ്ങനെ അത് പ്രചോദനമായി, അല്ലെങ്കിൽ ഒരു എക്വിപ്പ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പറയാം. താങ്ക് യു. ആ ഒരു ക്വസ്റ്റ്യനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. എന്നെ ഞാനാക്കിയ പല ദൈവദാസന്മാരിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ദൈവപുരുഷനാണ് ക്യാപ്റ്റൻ M. സാമുവൽ. അദ്ദേഹത്തിന്റെ ഹാർഡ് ലേബറിങ്, കഠിനാധ്വാനം, അത് ഭയങ്കരമാണ്. 1. 2, കൂട്ടുവേലക്കാരെ തൻ്റെ കൂടെ കിടത്തുക, തൻ്റെ കൂടെ തനിക്കൊപ്പം ഇരുത്തുക. എന്നാൽ പേരൻഷ്യൽ ലവ് ഉള്ളപ്പോൾ തന്നെ പേരൻഷ്യൽ അനുശാസനം, ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. തിരുവല്ലായി വെച്ച് ഞാൻ പറഞ്ഞില്ല, എന്നെ തർജ്ജമയ്ക്കാക്കി മഞ്ഞാടി. അന്നാണ് പാസ്റ്റർ രാജു പൂവക്കാല അന്ന് ബാങ്കിന്റെ മാനേജറായിട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് 79, ഞാൻ 80 പിന്നെ ജമ്മു ചെന്നെങ്കിലും 79 ക്യാപ്റ്റൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പം മിക്സഡ് ജംഗ്ഷൻ തിരുവല്ലായിലെ മഞ്ഞാടി കവലയിലെ ഒക്കെ മീറ്റിങ്ങുകൾക്ക് വൈകിട്ട് 4000, 2000, 2500 പേര് കൂടും. മലബാറിൽ നിന്ന് വരയ്ക്കഴിഞ്ഞാൽ നിലമ്പൂര് പിന്നെ ഒക്കെ ആൾക്കാർ വരുന്നത്. അപ്പം ഞാനല്ല പുസ്തകം എഴുതാ, പുള്ളിയുടെ പാഠപുസ്തകത്തിന്റെ 10 പൈസയുടെ പാഠപുസ്തകം, അല്ലെ 15 പൈസയുടെ പുസ്തകം, മാറാനാദാസ് ഹോം ബുക്ക്. പിന്നെ അച്ചായന്റെ എനിക്ക് ഇത്തിരി മലയാളത്തിന് സ്വാധീനത ഉണ്ടായിരുന്നു. അച്ചായന്റെ മെസ്സേജസ് മലയാളത്തിലാക്കാൻ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതൊക്കെയായിരുന്നു എന്റെ പണി. അപ്പൊ പെട്ടെന്നല്ലയോ എന്നെ പിടിച്ച് ട്രാൻസ്ലേറ്റർ ആക്കി. തിരുവല്ല മഞ്ഞാടി മീറ്റിംഗ് നടക്കും. മുൻമഴ പിന്മഴയും പിന്മഴ മുൻമഴയും എന്ന് പുള്ളി പറഞ്ഞു. ഫോർമർ റെയിൻ ആൻഡ് ലേറ്റർ റെയിൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തർജ്ജമ ചെയ്തപ്പം തിരിഞ്ഞായിപ്പോയി, പിന്മഴ മുൻമഴയെന്നായിപ്പോയി. ഒന്നുകൂടെ പുള്ളി പറഞ്ഞു. ഞാന് വീണ്ടും അങ്ങനെ തന്നെ ഒറ്റ അടി
എന്റെ പുറത്തിൻ്റെ അടിച്ചിട്ട് മൈക്കിൽ ധുമ്മെന്ന്. എനിക്ക് കാരണം അച്ഛൻ 6 അടി 2 ഇഞ്ച് നീളമുള്ള ആളല്ലേ. ഞാൻ ഈ കൊച്ചി ഇറക്കാൻ, എല്ല് പിടിച്ചൊരു കൊച്ചി ഇറക്കാൻ തല ഇറങ്ങിപ്പോയി. പക്ഷേ ആ ദൈവപുരുഷന്റെ അനുശാസനമാണ് ഞങ്ങളെ ഞങ്ങളാക്കിയത്. വാസ് എ മാൻ ഓഫ് പ്രിൻസിപ്പിൾ. ഒത്തിരി ക്യാപ്റ്റന്റെ അടികൊള്ളുന്നതിനോ ഉപദ്രവം സഹിക്കുന്നതിനോ ഒന്നും, കഠിനാധ്വാനത്തിനോ ഒന്നും വിശ്രമമില്ലാത്തൊരു ദൈവപുരുഷൻ. തീഷ്ണത. ഒരു സംഭവം കൂടെ പറയാം. മുപ്പിനി എനിക്ക് മറക്കാനൊക്കത്തില്ല. നിലമ്പൂര് അവിടെയും 81 തർജ്ജമ ചെയ്യുക. ഭയങ്കര പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞു വൈകിട്ടത്തെ. അപ്പൊ ഈ രജോറിയിലൊക്കെ 2 റൊട്ടി അല്ലാതെ 3 റൊട്ടി കഴിക്കാൻ ഞങ്ങൾക്കില്ല. അവിടെ ഒറ്റ വിശ്വാസികളില്ല. രാവിലെ 2 റൊട്ടിയും കുറെ കടലയും തിന്നേച്ച് അങ്ങ് മലയെ കയറി പോയി ചിറങ്ങി വരിക. അപ്പം നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഒരുവിധം മാന്യമായി ജീവിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. അപ്പം 9 മാസം ഇവിടെ കിടന്ന് പട്ടിണി കൊണ്ടു വന്നിരിക്കല്ലേ. നാട്ടിലെ ചെല്ലുമ്പം ക്യാപ്റ്റന്റെ ടീമിന് ഭയങ്കര നെയ്മീൻ മറക്കുന്നു, പിന്നെ കരിമീൻ പൊരിക്കുന്നു, ഇറച്ചി വഴട്ടുന്നു. 39 പേരുടെ, ആൽബർട്ട് ദീനനാഥ്, ജോർജ് സ്റ്റീഫൻ, പിന്നെ ജേക്കബ് ജോൺ പാസ്റ്റർ, ഇവരെല്ലാം ഞങ്ങളുടെ സീനിയേഴ്സാണ്. ഇവർക്ക് ക്യാപ്റ്റൻ ജാനു വേണ്ടി ഒരുക്കുന്ന ശ്രേഷ്ഠ വിരുന്നുകളാണ്. അപ്പൊ ഇന്നത്തെ പോലല്ല അവർക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പൊ അതിന്റെ മണമൊക്കെ അടിച്ച് 4 മണി മുതൽ ഒരു പ്രാർത്ഥനയൊക്കെ ഉള്ള മുക്കാലും മൈൻഡ് മറ്റതാ. കൊതിയും കൂടെ ഉണ്ടെന്ന് കുട്ടിക്കോ. വല്ല കഴിക്കുന്ന പ്രായമല്ലേ. 8-9 മാസം ഒന്നും കഴിക്കാതെ വടക്കേണ്ടി നമ്മൾ ബാച്ചലർ ലൈഫ്. ഇതിങ്ങനെ കയറി വൈകിട്ടത്തെ യോഗത്തിന് പോകുമ്പോ എല്ലാം മനസ്സിൽ ചിന്ത. ഇന്ന് വരുമ്പം കരിമീൻ പൊരിച്ചത്, നെയ്മീൻ കറി വെച്ചത്, ഇറച്ചി വഴട്ടിയത്, പപ്പടം പൊള്ളിച്ചത്, ഇതെല്ലാം കൂടി ഇങ്ങനെ പിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് പോവുക. യോഗം കഴിഞ്ഞു. ആ തിരുവല്ല മുപ്പിനിയുടെ മേളിൽ CPM-ന്റെ ഫെത്തോം, റോഡിന്റെ താഴെ ഒരു തെങ്ങുംപണ, അതിന്റെ താഴെയാണ്ടൊരു നദി. ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. 81-ലേക്കായി യോഗം കഴിഞ്ഞപ്പം ക്യാപ്റ്റൻ പറഞ്ഞ എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആളാകം മുൻകോപം ഭയങ്കര ഫയറില. പറഞ്ഞു ഒരൊറ്റ എണ്ണത്തിൽ നിന്ന് ഫുഡ് തരത്തില്ലെന്ന്. മര്യാദക്കെല്ലാം പോയിരുന്നു മുട്ട ഇരുന്ന് പ്രാർത്ഥിച്ചു. യോഗത്തിൽ ഒരു ദൈവാത്മ സാന്നിധ്യം ഇല്ലായിരുന്നു. നീയൊക്കെ എന്തോ കാണാൻ വന്നോ? അങ്ങ് കയറി. അപ്പൊ ആ വീട്ടുകാരൻ അച്ചായൻ പറഞ്ഞു, അത് സ്കൂളിലെ ടീച്ചറോ മറ്റോ, അച്ഛാ ഫുഡെല്ലാം ഒരിക്കൽ നാളെ മുതലായിക്കും. ബ്രദറെ ഒരു കുഴി വെട്ടിച്ച് ഇപ്പൊ പോയി കുഴിച്ചിടാൻ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. രാത്രി അത് കുഴിച്ചിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആഹാരം തന്നെ. പിറ്റേ ദിവസം പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഫാസ്റ്റിംഗ് ആണ്. 2 മണി കഴിഞ്ഞപ്പോ ക്യാപ്റ്റൻ ജാൻ മറ്റേ പുള്ളിയെ വിളിച്ചു പറഞ്ഞു, വൈകിട്ട് തീ കത്തും, അടുക്കളയും കത്തിച്ചോളാൻ പറഞ്ഞു. എല്ലാം പേടിച്ചിരിക്കുക. ക്യാപ്റ്റൻ ജാൻ മുമ്പിൽ എന്റെ പൊന്നു പാസ്റ്റർ സുനു ഡാനിയൽ ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. ക്യാപ്റ്റൻ ജാൻ ദൈവാത്മാവ്. ഞാൻ അത് തർജ്ജമ ചെയ്തോണ്ടിരിക്കുക. ആത്മനിറവിൽ ദൈവജനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ത്രീ അങ്ങ് ഇളകി. അവിടെ 2 പേരോട് പറഞ്ഞു അവളെ പിടിച്ച് അപ്പുറത്തോട്ട് മാറ്റിയിടാൻ. അപ്പുറത്തോട്ട് മാറ്റി. ഈ മെസ്സേജ് അങ്ങോട്ട് കഴിഞ്ഞു. പിടിച്ചോണ്ടിരാൻ പറഞ്ഞു. ആരും പോരുന്നു, എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ മെസ്സേജ് അങ്ങ് സംസാരിച്ചു. ഇവളുടെ ഭൂതം അങ്ങോട്ടുള്ളത്. നീ ആരാ? നീ പറഞ്ഞു എന്റെ പേര് ചോദിക്കരുത്, എന്നെ നാട്ടുകാരെ കൊല്ലും, എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കും. പടച്ചോണ്ട് പറയാ. പറയടി, നീ ആരാ, നീ ആരാന്ന് പറയാൻ പറഞ്ഞു. ഊട്ടപിശാച പറയാൻ പറഞ്ഞു. ക്യാപ്റ്റൻ ജാൻ ഷൗട്ടിങ് അല്ലേ. പറഞ്ഞു പറയാൻ ഒക്കത്തില്ല, പറഞ്ഞ എന്നെ കൊല്ലും, നിന്നെ ആരും കൊല്ലത്തില്ല, മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞു. പേര് പറഞ്ഞിട്ട് സ്ഥലം വിട്ടോളാം. ഞാൻ പറഞ്ഞു എന്റെ പേര് ക്രിസ്ത്യാനികൾ, ഇത് ഒരു കണക്ക് പറഞ്ഞ പലർക്കും ഇത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്രിസ്ത്യാനികൾ എന്നെ മേരി എന്ന് വിളിക്കും, ഹിന്ദുക്കൾ എന്നെ കാളി എന്നാ വിളിക്കുന്നേ. 2 ഞാൻ ഒരാളാ. ഞാൻ ഇവളെ കൊല്ലാൻ വന്നിരിക്കുക. അന്ന് അട്ടഹസിച്ചുകൊണ്ട് ആ സ്ത്രീയിൽ നിന്ന് ഭൂതം വിട്ടിറങ്ങുമ്പോൾ എന്റെ ഓർമ്മ ശരിയെങ്കിൽ 28 പേർ സ്നാനത്തിന് തയ്യാറായി. പിറ്റേ ദിവസം ആ ആറ്റിൽ ക്ലാസ് കഴിഞ്ഞ് സ്നാനം നടക്കുവാനിടയത്. ഓഹ് വാട്ട് എ ഫയറി ഡേയ്സ്. ഒരാത്മപൂർണ്ണൻ, തുല്യത പറയാൻ ആരുമില്ലാത്ത ഒരു ദൈവപുരുഷൻ. അങ്ങനെ ദൈവപ്രവൃത്തി കണ്ടും ചെയ്തും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടും രാജസ്ഥാനിൽ മുന്നോട്ട് പോകുന്ന അവസരമായിരുന്നല്ലോ. യൗവനപ്രായം, വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയ സമയമായിരിക്കും. ദൈവം എങ്ങനെയാണ് ഒരു തക്ക തുണയെ ഒരുക്കിയത്? വിവാഹം എന്നായിരുന്നു? അതോടൊപ്പം
ഇത്രയും കാലത്തെ ദൈവവേലയിൽ, പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദൈവദാസിയുടെ ആ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്താണ് ദൈവദാസിന് ഓർത്തെടുക്കാനുള്ളത്? 1985 ഞാൻ വിവാഹം കഴിക്കുന്നത്. വടക്കേണ്ടിയിൽ വന്നിട്ട് വർഷം 6 കഴിഞ്ഞിരുന്നു, 6ഓളമായി. വിവാഹം എന്ന് പറഞ്ഞൊരു പാർട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തയിലേക്ക് വന്നില്ല. ആവേശം, കർത്താവിന്റെ വേല ചെയ്യണം, സഭക്കാരും സഭ വളരുന്നുണ്ട്. 1980 തന്നെ 27 പേരെ സ്നാനപ്പെടുത്താൻ ഭാഗ്യം ഉണ്ടായി. 81 ഞാൻ ആദ്യം ഒരു വിവാഹം നടത്തേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ 81 82 എന്ന് ഓർക്കുന്നില്ല. പക്ഷെ എന്റെ വിവാഹം എന്നുള്ളത് ചിന്തിച്ചില്ല. പക്ഷെ എനിക്ക് ഞാൻ 2-3 ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചതായിരിക്കണം, 1. 2, സുവിശേഷ വേല മാത്രം ചെയ്യാനുള്ള തീരുമാനമുള്ളതായിരിക്കണം. ഈ 2 പ്രധാനപ്പെട്ട എന്റെ ഡിമാൻഡ്സ്. ഈ ചിന്ത തീരുമാനം ഉണ്ടായി. എന്റെ പിതാവ് പലപ്പോഴും പല പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവന്നെങ്കിലും സാമ്പത്തികമായും മറ്റു പല രീതിയിലും ഒക്കെ എന്റെ സീനിയേഴ്സും അങ്ങനെയൊക്കെയുള്ള പ്രപ്പോസൽസ് കൊണ്ടുവന്നു. പക്ഷെ ഈ ഡിമാൻഡിന്റെ മുമ്പിൽ അഭിഷേകം പ്രാപിച്ചോളും എന്ന അന്തരീക്ഷത്തിലുള്ള ആൾക്കാർ ഓരോ വന്നു. സുവിശേഷ വേലക്കാരനെ കിട്ടുന്നെങ്കിൽ വേല ചെയ്യാം, ഞാൻ അതിനെ കോംപ്രമൈസ് ചെയ്യില്ല. എങ്ങനെ ഇരിക്കുമ്പോഴാണ് അടൂർ പാണന്തുണ്ടിൽ PK തോമസ് സാർ കുണ്ടറ സെറാമിക്സ് ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആയിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ സാലറി തുല്യമായി കിട്ടുന്ന ബെനിഫിറ്റ് ഉള്ള ഒരു കമ്പനി. അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൾ പ്രിയ വിവാഹ പ്രപ്പോസൽ വന്നു. എന്റെ സ്നേഹിതൻ D ഫിലിപ്പും അടൂരുള്ളൊരു സൂസമ്മാമയും ആണ് അതിന്റെ ഇടനില നിന്നത്. സൂസമ്മാമയുടെ വീട്ടിൽ വെച്ച് കണ്ടു. എന്റെ മാതാപിതാക്കൾ അവരോട് വിവരം പറഞ്ഞു. കല്യാണം 2 കുടുംബങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പിൽ നിശ്ചയവും വിവാഹവും കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് എന്റെ 3ാമത്തെ ദിവസം ട്രെയിൻ കയറി വടക്കേന്ത്യയിൽ വന്നു. പ്രിയയുടെ പിൻബലം, ചോദ്യം ചെയ്യാതെ ഒരു ഭർത്താവിനെ അനുസരിക്കുന്ന വിധേയത്വം. 2, ഞാൻ ഏത് സ്റ്റെപ്പ് എടുത്താലും അത് വേണോ എന്ന് ചോദിക്കാത്ത ഒന്ന്. 3, എത്ര വിരുന്നുകാർ വന്നാലും, അന്ന് ഈ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നൊക്കെ 15 പേരെ പിള്ളേരെ കൊണ്ട് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ ചില വർഷങ്ങൾ പഠിപ്പിക്കാൻ പോയതിന് അൽവറിൽ നിന്ന് 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകേണ്ടുന്നതിന്റെ കാരണം ഇതാ, എനിക്ക് അവിടുന്ന് പിള്ളേരെ വേണം. വെക്കേഷനിൽ 15-12 പിള്ളേരെ ടീം വർക്കിന് വേണ്ടി. ഇവരെ എല്ലാം കൊണ്ടുവരുമ്പോ ഒരു മുറി, ബെഡ്റൂമും പിന്നെ ഒരു ചെറിയ ഹോളുണ്ട്. അതിനകത്ത് അവർ മത്തി എടുക്കുന്ന പോലെ കിടക്കും. സോസ്പാനിനകത്ത് പിന്നെ ചോറ് മാറ്റി വെച്ചേച്ച് ആ ചോറ് പാത്രത്തിൽ 2ാമതൊരു കറി ഉണ്ടാക്കേണ്ടി വന്നാൽ അങ്ങനെയുള്ള നിലയിലുണ്ട്. ബട്ട് ഷി നെവർ മർമർ, ഒരിക്കൽ പോലും. 1. 2, ഞാന് അൽവർ എന്ന പട്ടണത്തിൽ 19 വർഷം താമസിച്ചു. 17 വാടക വീട് മാറിയതിനു ശേഷം ദൈവം ഞങ്ങൾക്ക് മനോഹരമായ ഒരു ചർച്ച് തന്നു. അത് ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. 98 29-ാം തീയതി, ആ മാസത്തിൽ ഫെബ്രുവരിക്ക് 29. അതിന്റെ തലേ രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു പുതിയ പട്ടണത്തിലേക്ക് പോകണം. 17 വാടക വീട് മാറി 18ാമത്തെ ബിൽഡിങ്ങിലേക്ക്, സ്വന്തമായിട്ടുള്ളതിലേക്ക് കിട്ടിയ 3 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് കയറി താമസിക്കേണ്ടി വന്ന സാഹചര്യം. ഇനിയും ഇവിടെ വിട്ടെങ്ങും പോകത്തില്ല. വളരെ സോളിഡ് ആയിട്ടുള്ള ബിൽഡിംഗ് തന്നെ, 5 നില പണിയാനുള്ള സ്വപ്നത്തോടു കൂടി ട്രെയിനിങ് സെന്റർ ഒക്കെ. പക്ഷെ ഡെഡിക്കേഷന്റെ അന്ന് ഡോക്ടർ അലക്സും K കോശിയും കൂടെ വന്നാണ് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ തലേ രാത്രി ദൈവാത്മാ എന്നോട് പറഞ്ഞു, ജയ്പൂർ പട്ടണത്തിലേക്ക് മാറണം. ഞാന് എന്റെ ബോള് പ്രിയയുടെ കോർട്ടിലേക്ക് ഇട്ടു. ഇത് പ്രിയയോട് പറഞ്ഞ് പ്രിയ സമ്മതിക്കുകയാണെങ്കിൽ, സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള. രാത്രി 2:30 പ്രിയ വിളിച്ചു, പ്രിയെ, ഞാൻ ഇങ്ങോട്ട് ദൈവശബ്ദത്ത് കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞാൻ സംഘർഷത്തിലായിരുന്നു. പ്രിയ എന്തോ പറയും. പ്രിയ എന്നോട് പറഞ്ഞ മറുപടി, ചായച്ച, ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എന്റെ ദർശനത്തിന് ചോദ്യം ചെയ്യാതെ
നിന്നു എന്ന് മാത്രമല്ല, എത്ര വിശുദ്ധന്മാരെ സൽക്കരിക്കും. ബിഹൈൻഡ് ദ കർട്ടനിൽ നിന്ന ഒരു നല്ല ജീവിത സഖിയാണ്. പിന്നെ ലോകം മുഴുവൻ ഞാൻ കറങ്ങി നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന 3 പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്ന ബേഡൻ. സോ ഐ പ്രൈസ് ഗാഡ് ഫോർ എൻ്റെ ജീവിത സഖിക്ക്. ഒരു വടക്കേന്ത്യൻ മിഷണറിയുടെ ഒരു വിജയത്തിന്റെ ഒരു പ്രത്യേക, ഏത് മിഷണറിക്ക് അതാണെങ്കിലും, കാരണം ഇതൊരു ബിഗ് വലിയൊരു പങ്കാണ്. ദൈവം ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. വടക്കേന്റെ രാജസ്ഥാനില് 3 പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് അവർക്ക് സഹിക്കത്തില്ല. ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് ജനിച്ചാൽ ഭർത്താവിന്റെ വീട്ടുകാര് അവിടെ ഇട്ടേച്ച് പോകും. ആ സ്ത്രീ വിഷം കഴിച്ച് മരിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ആ സ്ഥാനത്ത് ദൈവം എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. 3 പേരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് 3 പേർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻസ് വരെ പോകാനുള്ള ഭാഗ്യം ദൈവം നൽകി. അവർ 3 പേരും എൻ്റെ മിനിസ്ട്രിയിൽ നന്നായി പാട്ട് പാടും. 3 പേരും ഡ്രൈവിംഗ് ചെയ്യും. അതിൽ മൂത്തവർ 2 പേരും 14 സീറ്റിലുള്ള ട്രാവലർ വരെ ഓടിക്കാം. കാരണം ഞാൻ ഇന്ന് വരെ ഞങ്ങള് പിന്നെ ഒരു ഡ്രൈവറെ വെച്ചിട്ടില്ല, ഓഫീസ് സ്റ്റാഫിനെ വെച്ചില്ല. ഞങ്ങളുടെ പാസ്റ്റർമാരും അത് ചെയ്തിരുന്നത്. അവരും 400 കിലോമീറ്റർ വരെയൊക്കെ ട്രാവലർ ഓടിക്കാൻ ആ പെൺകുഞ്ഞുങ്ങൾക്കും ദൈവം ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ 3 പേരും മിഷൻ പാഷൻ ഉള്ളവരായി. 3 മിഷണറിമാരെ വിവാഹം കഴിച്ചു. അവർ 3 പേരും ഇന്ന് നോർത്ത് ഇന്ത്യയിലെ മിഷണറിമാരാണ്. 5 കൊച്ചുമക്കളുണ്ട്. സോ എൻ്റെ കുഞ്ഞുങ്ങളെ MBBS വിട്ട് ഡോക്ടർ ആക്കുകയോ നേഴ്സ് ആക്കുകയോ ചെയ്യാതിരുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഞാൻ എല്ലായിടത്തും പോയി നിങ്ങൾ വാ വടക്കേന്ത്യക്ക് മിഷണറിമാരായി വാ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു വാക്കി പറയാം. 1980 എൻ്റെ മൂത്ത മോക്ക് 86 6 മാസം പ്രായമുള്ളപ്പം എനിക്ക് അമേരിക്കയിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടിയെന്ന് വേണം പറയാം. വേണമെങ്കിൽ എനിക്ക് അവിടെ സെറ്റിൽ ആകാമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളും വടക്കേന്ത്യയിലെ മിഷണറിമാരാകണമെന്നുള്ള ഒറ്റ നൊമ്പരമാണ് ഞാൻ ആ സ്റ്റെപ്പിന് പോകാഞ്ഞ 1. 2, എനിക്ക് രാജസ്ഥാന്റെ മണ്ണിൽ മരിച്ചു വീഴണം. ഇന്നും ലോകത്തിൽ എവിടെ വെച്ച് മരിച്ചാലും എൻ്റെ ഡെഡ് ബോഡി രാജസ്ഥാനിൽ അടക്കം ചെയ്യണമെന്നൊരു കൊതിയുണ്ട്. ഒറ്റ വാക്കൂടെ ചേർത്ത് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഇന്നത്തേക്ക് 16 വർഷം മുമ്പ് ജയ്പൂർ പട്ടണത്തിൽ വന്ന് ഇവിടെ വെച്ചാണ് മരിച്ചത്. അമ്മ ഇവിടാണ് അടക്കം ചെയ്യപ്പെട്ടത്. സോ ഈ മണ്ണിൽ, രാജസ്ഥാന്റെ മണ്ണിൽ എൻ്റെ ഡെഡ് ബോഡി അടക്കം ചെയ്യണമെന്നുണ്ട്. എൻ്റെ മക്കളും നോർത്ത് ഇന്ത്യൻ മിഷൻ, അവര് വിസിറ്റിങ്ങിന് പോവുമോ എഡ്യൂക്കേഷനുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഡോക്ടറേറ്റ്, അത് ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. എന്നാൽ നോർത്ത് ഇന്ത്യൻ മിഷണറിമാരാണ് അവർ ഇന്നെന്നുള്ള. ഇപ്പൊ തൽക്കാലം ഇളയ മരുമോൻ നാട്ടില് അവന്റെ പപ്പ മരിച്ചത് കൊണ്ട് അവരുടെ മിനിസ്ട്രി ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു ഷോട്ട് പോയിരിക്കുക. ബാക്കി അവർ 3 പേരും നോർത്ത് ഇന്ത്യൻസ് കർത്താവിന്റെ വേലയിൽ കാഴ്ചപ്പാടുള്ളവരും അധ്വാനിക്കുന്നവരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ, മക്കളെ, മരുമക്കളെയൊക്കെ ദൈവം തന്നു. പ്രത്യേകിച്ച് അവര് ദൈവത്തിന്റെ വേലയിൽ കൈത്താങ്ങായി നിലകൊള്ളുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കാരണം ഈ കാലഘട്ടത്തിൽ പല മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വേലയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ള ഒരു ദൗത്യം പലപ്പോഴും മറന്നുപോകുന്നുവോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ ദൈവദാസന് ദൈവം തന്ന കാഴ്ചപ്പാടിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവം പിന്നെയും കുടുംബമായി കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജസ്ഥാനില് ദൈവത്തിന്റെ വേലയിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ആരംഭിച്ച സമയത്ത് എങ്ങനെയായിരുന്നു സാമ്പത്തിക സഹായങ്ങളൊക്കെ, ചെലവുകളൊക്കെ എങ്ങനെ നടന്നുപോയി? എങ്ങനെയാണ് ദൈവം പടിപടിയായിട്ട് മുന്നോട്ട് വഴി നടത്തിയ ആ വിധങ്ങൾ? ഒരു പക്ഷെങ്കില് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവദാസനായിരുന്ന ഏലിയാവ് ക്ഷാമത്തിൽ ദൈവം അദ്ദേഹത്തെ പോറ്റിയ ആ കഥകളും ആ ബൈബിൾ പോർഷനൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴും നമുക്കത് പ്രചോദനം നൽകുന്ന വേദഭാഗങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ദേവദാസന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം, താങ്ക് യു. അത് വളരെ ഞാൻ ഇമോഷണൽ ആവുന്ന, ഭാവുക്കാവുന്ന ഒരു ചോദ്യമാണ്. 60 രൂപയുടെ ഒരു മുറിയിലാണ് വേല തുടങ്ങിയത്. ഒരു കുടത്തിന്റെ കഴുത്തിന് ചാക്ക് കെട്ടി അത് നനയ്ക്കും. എൻ്റെ മൂത്ത മോടെ സമയത്തൊക്കെ തണുത്ത വെള്ളം കൊടുക്കാൻ വേണ്ടി. ആദ്യം എനിക്കൊരു ഫ്രിഡ്ജ്, 800 രൂപയുടെ ഒരു ഫ്രിഡ്ജ്, ഒരു മലയാളി വർഗീസ് സാറിന്റെ, അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1959, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൽവിനേറ്റർ. ആ തുടക്കമായിരുന്നു ദൈവം തന്നത്. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. 1983
ഞാൻ പാസ്റ്റർ മാത്യുമൻ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദൈവപുരുഷൻ എന്നെ ബിൽഡ് ചെയ്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ FGCയിൽ ചില വർഷങ്ങൾ ഞാനുണ്ട്. അദ്ദേഹം കൂടെ ആണ് എന്നെ അൽവറിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഒരു ദിവസം അവിടെ ബൈബിൾ സ്കൂള്, FGCയുടെ ബൈബിൾ സ്കൂൾ തുടങ്ങണമെന്ന് പറഞ്ഞു. B9 എന്ന സ്ഥലത്തിരിക്കുമ്പോൾ, ഞങ്ങൾ ഒഫീഷ്യൽ മീറ്റിംഗ് ഇരിക്കുമ്പോൾ അതിനുള്ള ഒരു ബിൽഡിംഗ് എടുക്കാനോ സാരി. അപ്പൊ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടേച്ച് ആ വീട്ടുകാർക്ക് വലിയ നഷ്ടങ്ങൾ വന്നുകൊണ്ട് തിരിച്ച് ആ ബിൽഡിങ്ങിൽ തന്നെ, ഞാൻ 60 രൂപയുടെ ഒരു കൊച്ചു മുറിയായിരുന്നു, അതിന്റെ മേളില് 11 മുറിയുള്ള 2 നില മൊത്തം അയാൾ എന്തേലും തന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ അടിച്ചേൽപ്പിച്ചു. അപ്പൊ ആ അക്കോമഡേഷൻ അവിടെ ഉള്ളപ്പം എൻ്റെ അനുജൻ വൈ ജേക്കബ്, പിന്നെ ഞങ്ങൾ ഇരട്ടയാ, എൻ്റെ ഇളയ പെങ്ങള് പിന്നെ കുഞ്ഞുമോളെന്ന് പറയും, അവരൊക്കെ ജോലി ചെയ്യുമ്പം എൻ്റെ കൂടെ രാജസ്ഥാനി വന്നിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന പൈസയും കൂടെ എനിക്ക് അൽവർ ചർച്ചിൽ നിന്ന് ഒരു നല്ല ദശാംശം കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ അന്നാണ് ഭരത്പൂര്, ബഹ്റോഡ്, കരോളി, നാഗോർ ഈ സ്ഥലങ്ങളിലെല്ലാം വേലയ്ക്ക് ഇങ്ങനെ ദൂരങ്ങളിൽ പോയി സൈക്കിളിൽ 60 കിലോമീറ്റർ, പിന്നെ എങ്ങനെയൊക്കെ പോകാമോ അങ്ങനെയൊക്കെ പോയി വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ നാട്ടിലെ കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ NG സാൻകുട്ടിയുടെ ബ്രദർ NG രാജു, അദ്ദേഹം കൂടെ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ 8 സ്റ്റുഡൻസ്, എന്റെ ഓർമ്മ ശരിയെങ്കിൽ 8 or 7 സ്റ്റുഡൻസ്. അപ്പൊ അവർക്ക് വേണ്ടി ബിൽഡിംഗ് എടുക്കാൻ FGCക്ക് ഇല്ല. ഞാൻ കയറി അങ്ങ് പറഞ്ഞു അവരെ ഇങ്ങോട്ടേക്ക് വിട്ടായിരുന്നു. അവരും കൂടെ വന്നിരിക്കുക. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെ ഗ്രാമങ്ങളിൽ പോയി സുശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ദൈവത്തിന്റെ കൊണ്ട് അൽവറിൽ വന്ന് പലരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കിട്ടുന്നത് കൊണ്ട് ഭരത്പൂർ 115 കിലോമീറ്റർ, കരോളി 160 കിലോമീറ്റർ, വേറൊരു ബഹ്റോഡ് 60 കിലോമീറ്റർ, നാഗോർ 300 കിലോമീറ്റർ. ഇവിടെ എല്ലാം അതിൽ നാഗോറിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് നല്ലൊരു KC തോമസ് എന്ന് പറഞ്ഞ ഒരു മാർബിൾ ബിസിനസ്സുകാരൻ ഉണ്ടായിട്ട് എപ്പോ അവിടെ ചെന്നാലും പുള്ളി മാനിച്ച് കൈ നിറച്ചാ വിടുന്നത്. ഭരത്പൂർ ചെന്ന ഒരു OS ബേബി ഉണ്ട്. അദ്ദേഹം പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ ശമ്പളം കിട്ടുമ്പോൾ മാനിച്ച്, അല്ലാതെ ബാക്കിയുള്ള തോന്നുന്നു. അപ്പൊ ഈ അൽവറിൽ കിട്ടുന്ന പണം കൊണ്ടാണ് ഈ സബ്സ്റ്റേഷൻസ് എല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. സൈക്കിളിന്റെ പുറകെ വരെ ട്രാക്ട് വെച്ച് പോയിട്ട് 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നിടം തീർന്നിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോഴാ ഈ ബൈബിൾ സ്കൂളിന്റെ വിഷൻ ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. അവര് വന്നു. അപ്പൊ അനിയന്റെ ശമ്പളം കിട്ടുന്ന അതുപോലെ കൊണ്ടുതരും. ശമ്പളം എന്തുവാ 150-200 രൂപ, കൊച്ചു കമ്പനിയല്ലേ. പെങ്ങൾക്ക് 600-700 രൂപ നേഴ്സിങ്ങിന് കിട്ടുന്നത് അത് ഇങ്ങോട്ട് തരാം. വീട്ടിൽ ഒരു പൈസയായി എന്റെ വീട്ടിൽ അയച്ചു കൊടുത്തിട്ടില്ല ദീർഘസമയങ്ങളിൽ. അപ്പം ഒരു പ്രാവശ്യം 8 പിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല കഴിക്കാൻ പ്രായമുള്ള, പിന്നെ ഞങ്ങള് 5-6 പേര്. ഒരു ദിവസം രാവിലെ എന്റെ പെങ്ങൾ, ഇവർ സ്കൂളിൽ ഇവർക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ്, അനിയനും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവർ ആ കിച്ചണിലെ ഉച്ചക്കുള്ള ഭക്ഷണം വരെ ഉണ്ടാക്കി വെച്ചു പോകുന്നത്. വൈകിട്ടത്തെ സ്റ്റുഡൻസ് ചെയ്യണം, അങ്ങനെ ഉള്ളൊരിതാ. ഇങ്ങനെ ചായക്ക് സ്റ്റൗ അല്ലേ പമ്പടിച്ചോണ്ടിരിക്കുക. ഞാൻ അന്ന് 2:30 1 മണി 2 മണി വരെയൊക്കെ ഈ പ്രാർത്ഥിച്ചും പിന്നെ പുസ്തകം വായിച്ചു. ഭയങ്കര വായനാശീലം ഉണ്ടായിരുന്നു. പുസ്തകം മേടിക്കുന്നത് എന്റെ ഒരു വലിയ ഹരമാണ്. ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ എനിക്ക് ഇപ്പൊ അങ്ങനെ വായിക്കാൻ ലേറ്റാ കിടക്കുന്നത്. ഇങ്ങനെ പമ്പടിച്ചോണ്ടിരുന്ന് അവള് മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, രാജാ മണ്ണെണ്ണ തീർന്നു പറഞ്ഞു. വലിയ സ്റ്റൗവാ മണ്ണെണ്ണ പമ്പടി. കാരണം ഇത്രയും പേർക്ക് ചായ ഇടണ്ടേ, ഭക്ഷണം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ചാടി എണ്ണീച്ച് മേളിൽ കയറി ചെന്നപ്പം ഭം ഭം എന്നും പറഞ്ഞ് ലാസ്റ്റ് ഇത് വിളിക്കുക. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. നല്ല ധൈര്യത്തോട് യേശുവിന്റെ നാമത്തിൽ മണ്ണെണ്ണ ലഭിക്കുന്നിടം വരെ ഈ സ്റ്റൗ കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വാസസ്സുനു ദൈവത്തിന്റെ അത്ഭുതം. ഇതൊരു ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വെള്ളിയാഴ്ച വൈകിട്ട് എന്റെ ചർച്ചുള്ള എബനേസർ എന്ന് പറഞ്ഞൊരു തമിഴിയൻ താഴെ ഒരു ഇരുമ്പിന്റെ ജെറിക്കൻ 20 ലിറ്ററിന്റെ ജാറിൽ സൈക്കിളിൽ നിന്ന് ആ ജെറിക്കൻ വലിക്കുന്ന ശബ്ദം, ജെറിക്കൻ വലിച്ചു കഴിഞ്ഞപ്പോ ഈ സ്ട്രിങ് അങ്ങോട്ട് വിട്ടപ്പോ ഇതിന്റെ സ്റ്റാൻഡിന്റെ ഇതുണ്ട്, ക്ലാമ്പ് ഉണ്ടല്ലോ, അത് ക്ലിഞ്ഞെന്ന് പോയി അടിക്കുന്നു, ജെറിക്കൻ വലിക്കുന്ന ഈ ശബ്ദം ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ ജെറിക്കനകത്ത് മണ്ണെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ കേൾക്കുകയും മേളിൽ നിന്നൊരു വിളി, രാജാ സ്റ്റൗ കേട്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയാ. ബൈബിൾ സ്കൂൾ കുഞ്ഞുങ്ങള് 7 or 8, ഞങ്ങള് 4 പേര്. ചൊവ്വാഴ്ച വൈകിട്ട് തീർന്ന സ്റ്റൗ
ഭം എന്ന് പറഞ്ഞ് തീരുന്നപ്പോഴാത് ബുധൻ, വ്യാഴം, വെള്ളി വൈകുന്നിടം വരെ കെരീത് തോട്ടിലെ വെള്ളം പറ്റിയില്ല. ഏലിയാവിന്റെ യോഹന്നാന്റെ മണ്ണെണ്ണ സ്റ്റൗവിലെ മണ്ണെണ്ണ തീർന്നില്ല. 100 അനുഭവങ്ങൾ. സാറിന്റെ സ്നേഹിതനാ പാസ്റ്റാനു നല്ലൊരു എഴുത്തുകാരനാണ്. 2 സംഭവങ്ങൾ, 1-2 സംഭവങ്ങൾ മാത്രം ഞാൻ 60 മുറി തുടങ്ങി ഇന്ന് 60ഓളം മിഷണറിമാരുണ്ട്. എവിടെങ്കിലുമൊക്കെ യാത്രയിലും ഒക്കെ കേരളത്തിൽ എന്നെ ടീമായിട്ട് ഞങ്ങൾ പോയച്ചൊക്കെ വരുമ്പോൾ 1 മാസത്തെങ്കിലും സപ്പോർട്ടൊക്കെ ഒപ്പിച്ചോണ്ടാ ദൈവജനം കൈ നീട്ടി തരും. ഞാന് ചില മാസങ്ങൾക്ക് മുമ്പ് ഈ കൊറോണ തുടങ്ങുന്ന സമയത്ത് 4 മാസമായി പാസ്റ്റർമാരുടെ സപ്പോർട്ട് കൊടുക്കാനില്ല. ഞാൻ പാസ്റ്റർ അനുവിനെ വിളിച്ചു പറഞ്ഞു, വയ്യ, പാസ്റ്റർമാരെ വിളിച്ചു കൂട്ട്, നമുക്ക് പിരിച്ചുവിടാം, അവരെവിടെങ്കിലും ഈ 4 മാസത്തെ ഞാൻ എന്തെങ്കിലും കൊടുത്തോളാം, ഇനി എനിക്ക് വയ്യ. ദേവദാസനെ അനുപാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയല്ലേ, സീനിയർ പാസ്റ്റർ. ഞാൻ എന്നിട്ട് പാസ്റ്റേഴ്സ് മീറ്റിംഗ് പറഞ്ഞു, നിങ്ങൾ പൊക്കൂ, ഞാൻ നിങ്ങളുടെ ഡ്യൂ തന്നോളാം. അവര് പറഞ്ഞു, ഓഫീസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ പോവായിരുന്നു. ഇതേ കാര്യമാണ്. വീട്ടിൽ നിന്ന് അപ്പനെ പിരിഞ്ഞ് മക്കള് പോകത്തില്ല. ഞങ്ങൾ മക്കളാണെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടരുത്, തന്നില്ലെങ്കിൽ. $1,84,000 രൂപ പാസ്റ്റർ സപ്പോർട്ട് മാത്രമാണ്. 4 മാസത്തെ കൊടുത്തില്ല. ഹൃദയഭാരമുണ്ട്. ആരും പോകുന്നുമില്ല. എനിക്ക് ഒരു സഹോദരൻ വിളിച്ചു, പാസ്റ്ററെ, ഞാനൊരു സ്ഥലം മേടിക്കാൻ 4 ലക്ഷം രൂപ മാറ്റി വെച്ചു. അതെനിക്കറിയാവുന്ന ആ സ്ഥലം വേലയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി, അല്ലെ സ്ഥലം മേടിക്കാൻ വേണ്ടി വെച്ചിരുന്ന വില സ്ഥലം മേടിക്കാൻ. അല്ലാതെ ആ സഹോദരൻ അവന് ദൈവങ്ങൾ. പക്ഷെ 3 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല. യോന പാസ്റ്ററെ വിളിച്ച് ഈ 4 ലക്ഷം രൂപ അയച്ചു കൊടുക്കാം. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇപ്പം അതേ സംഭവം ഫെബ്രുവരി മാസത്തെ മുതൽ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തെ സപ്പോർട്ടുകൾ കൊടുക്കാതെ ഇപ്പൊ, കാരണം ഈ വിദേശ യാത്രകളൊന്നും ഇല്ലല്ലോ. എവിടെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അതിന് മുമ്പ് കുറെ പലിശക്കൊക്കെ എടുക്കുക, പാടില്ലായിരിക്കും. വഴിയെല്ലാം അടഞ്ഞു. അതേ സ്ഥിതി ഫെബ്രുവരി മാർച്ചിന്റെ പകുതി എങ്ങനെയോ കൊടുത്തു. ദൈവം ഒറ്റ വ്യക്തി 3.5 ലക്ഷം രൂപ ഇന്നലെ വിശ്വാസത്തിന്റെ വഴിയിൽ 1000 അനുഭവങ്ങളുണ്ട്. 1000 അനുഭവങ്ങളുണ്ട്. ദൈവം ജീവിക്കുന്നേ. വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ചവൻ വാക്കുമാറുന്നവനല്ല, പുലർത്താൻ ശക്തനാണ്. ഇന്നും അത്ഭുതകരമായ ദൈവം പുലർത്തുന്ന വിധങ്ങളെ കുറിച്ചൊക്കെ ദൈവദാസൻ പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അനേകർക്ക് അതൊരു പ്രത്യാശയുടെ വാക്കായി പരിണമിക്കും. പ്രിയ ദൈവമക്കളെ, ദൈവദാസനിൽ കൂടെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചില്ലേ? ഇന്നൊരു തീരുമാനമെടുക്കുക. ഉത്തരേന്ത്യൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഗ്രാമങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ കാലാവസ്ഥയും പ്രതികൂലങ്ങളെയും അടിയെയും ഇടിയെയും ഒക്കെ അതിജീവിച്ച് ദൈവത്തെ മാത്രം മുൻനിർത്തി, ദൈവസ്നേഹത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഈ ദൈവദാസന്മാരെ സഹായിപ്പാനുള്ള ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമില്ലേ? നാം ഇനിയും കണ്ണടയ്ക്കരുത്. ദൈവരാജ്യം ഈ ഭാരതത്തിൽ വിസ്തൃതമാകണം. അതെന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വിചാരിക്കും, എനിക്ക് പോകാൻ കഴിയുന്നില്ല, ഞാൻ മറ്റ് കാര്യങ്ങളിലാണ്, ഞാൻ മറ്റ് രാജ്യങ്ങളിലാണ്. എന്റെ വിളി അതല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാമ്പത്തികം കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളെ സഹായിപ്പാൻ കഴിയും. ഒരാളെ നിങ്ങൾക്ക് അയക്കാൻ കഴിയും. നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിപ്പാൻ കഴിയുകയില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിയും. ഒരിക്കലും നിങ്ങൾ ഇത് അവഗണിക്കരുത്.
ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. ഭാരതം സുവിശേഷം കേൾക്കട്ടെ. നമ്മുടെ ദൈവം വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും എന്നുള്ള വചനത്തെ അന്വർത്ഥമാക്കുന്ന ഈ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായില്ലേ? മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമാകുവാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാം. 42 ദീർഘവർഷങ്ങളിലെ ദൈവം നടത്തിയ അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിലും തുടരുന്നു. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച ഇന്ത്യൻ സമയം 6 മണിക്ക് കാണാൻ മറക്കരുത്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വില കൊടുത്തവർ ജയം വരിച്ചവർ, വില കൊടുത്തവർ ഭാഗ്യവാന്മാർ. സെക്കൻഡുകൾക്കകം ചാടി അവനിങ്ങ് റൂമിന്റെ വാതുക്ക വന്നേച്ച് പറഞ്ഞു, ഒരാത്മഹത്യ, കഥവ് തുറക്ക, ഇല്ലെങ്കിൽ ഞാൻ ചാടി അകത്ത് കയറി ചവിട്ടി തുറക്കും. ഞാൻ മിണ്ടായിരുന്നു. അവൻ വീണ്ടും അലറി. എന്നിട്ട് ഞാൻ അവന്റെ ദൈവത്തിന്റെ പേര് പ്രാർത്ഥിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കവിള് കുത്തിപ്പിടിച്ചേച്ച് എന്റെ വായിക്കാത്ത കൈ നാക്ക് ചെയ്തു. യാക്കോബ വിശ്വാസത്തിലായിരുന്നുകൊണ്ട് ഈ കരച്ചിലും പ്രാർത്ഥനയൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ആ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾ അങ്ങനെ പുറകിലിരുന്നു, കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചിക്ക് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ കട്ടിലിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. പപ്പ അങ്ങനെ പിടിക്കാൻ ചെന്നു. അപ്പം പറഞ്ഞു, പിടിക്കണ്ട, ഞാൻ തന്നെ എഴുന്നേറ്റുള്ള ആരോഗ്യം തോന്നുന്നു. വില കൊടുത്തവർ മറക്കാതെ കാണുക. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ. ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.